സഖാവിന്റെ സഖി. സർ, ഒരാളും കൂടെ കഥ പറയാൻ വന്നിട്ടുണ്ട്. ഇത് അവസാനത്തെയാ, അകത്തേക്കട്ടെ. പ്രശസ്ത സിനിമാ ഡയറക്ടർ ആന്റണിയുടെ പിയാൽ ചോദിച്ച് ഓഫീസിലെ ഗ്ലാസ് ഡോറിലൂടെ തല അകത്തേക്കിട്ടതും അത്രയും നേരം കേട്ടിരുന്ന കഥയുടെ ആലസ്യതയാൾ കയ്യിലിരുന്ന മധ്യ ഗ്ലാസ് വായിലേക്ക് അമിഴ്ത്തി. എന്ന് മതിയടാ, മടുത്തു എന്ന് പറഞ്ഞയാൾ എണീറ്റതും കുറെ നേരമായി സർ അയാൾ വെയിറ്റ് ചെയ്യുന്നു. 2 ദിവസമായിട്ട് അയാൾ വന്ന് മടങ്ങിപ്പോവാ. ഇന്നെങ്കിലും അയാൾ തലയൊറിഞ്ഞുകൊണ്ട് പറഞ്ഞതും കുറച്ച് കേട്ടു നോക്കാം. നല്ല പ്രണയകഥ വല്ലതുമാണെങ്കിൽ നോക്കാം. പറ്റില്ലേ പിന്നെ. അയാൾക്ക് അടുത്ത മുഷിപ്പോടെ പറഞ്ഞ് വീണ്ടും ചെയറിലേക്ക് ഇരുന്നു. ഓക്കെ സർ എന്നും പറഞ്ഞ് പിയെ പോയി. അതെ, സാറ് വിളിക്കുന്നുണ്ട്. നല്ല പ്രണയകഥ വല്ല ഉണ്ടെങ്കിൽ കാച്ചിക്കോ, ബാക്കി ഞാനേറ്റു എന്നും പറഞ്ഞ് പി അയാളെ നോക്കിയതും ഒരു മനോഹരമായ പുഞ്ചിരി നൽകിയ 45കാരൻ അകത്തേക്ക് നടന്നു. സർ, ഗ്ലാസ് ഡോറിൽ തട്ടി വിളിച്ചവും ആന്റണി അയാളെ നോക്കി. ഒരു 40-45 പ്രായം വരുന്ന ഒരു ചെറുപ്പക്കാരൻ, വെള്ളമുണ്ടും വെള്ള ഷർട്ടും ഒരു കണ്ണടയും കയ്യിൽ മനോഹരമായ ഒരു ചുവപ്പ് കളർ ഡയറിയും. ആളൊരു പാർട്ടിക്കാരനാണെന്ന് ഒറ്റ നോട്ടത്തിൽ ആന്റണിക്ക് മനസ്സിലായി. വരൂ ആവും പറഞ്ഞ് ആന്റണി ചെയറിലേക്ക് ചൂണ്ടി. അയാൾ സാധാ പുഞ്ചിരിയോടെ വന്ന് ആ കസേരയിലേക്ക് ഇരുന്നു. വളച്ചേട്ടോ മുഖവരിയൊന്നും വേണ്ട, കഥ പറഞ്ഞോളൂ ആന്റണി പറഞ്ഞു. അയാൾ മനോഹരമായി പുഞ്ചിരിച്ചു. ഒരു കോളേജ് ക്യാമ്പസിലെ അതിമനോഹരമായ സായാഹ്നം. പല നിറത്തിലുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞടക്കുന്ന പല വർണ്ണശലഭമായ കുട്ടികൾ ചേർന്ന ഒരു കോളേജ്. AMS ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, തിരുവനന്തപുരം. ഫ്രഷേഴ്സ് ഡേ പ്രമാണിച്ച് മഹാന്മാരായ സീനിയേഴ്സ് റാഗിങ്ങിന് തയ്യാറായി നിൽക്കുന്നുണ്ട്. തങ്ങൾ കിട്ടുന്ന പണിയെക്കുറിച്ച് ഓർത്ത് പേടിച്ചു വരച്ച ജൂനിയേഴ്സായ ആൺകുട്ടികളും പെൺകുട്ടികളും ഭയന്ന് വരച്ച ആ വലിയ ഗേറ്റ് കടന്ന് വരുന്നുണ്ട്. ആർക്ക് പണിയൊടുക്കിയെന്ന കൺഫ്യൂഷൻ ഗേറ്റിലേക്ക് മിഴികൾ നട്ടു നിൽക്കുന്ന 4 പെൺകുട്ടികൾ. അവരുടെ മിഴികൾ തങ്ങളുടെ ഇരയ്ക്ക് വേണ്ടി തിരയവേ ഗേറ്റ് കടന്നു വരുന്ന ജൂനിയർ പെൺകുട്ടികളെ ഒരു ചുവന്ന കളർ കുർത്തിയും വൈറ്റ് കളർ ലെഗിൻസും അതിലേക്ക് വൈറ്റ് കളർ ഷോൾ തോളിൽ ചേർത്ത് പിൻ ചെയ്ത് വെച്ച് നെറ്റിയിൽ കുറിയും ഒരു കുഞ്ഞു ചുവപ്പ് പുട്ടം ധരിച്ച് ഇടുപ്പോളമുള്ള മുടി വിടർത്തി കുളിപ്പിന്നലിട്ട് തുളസിയില മുടിയിൽ ചൂടി ഒരു നാടൻ തനിമ മുഖത്ത് ചൂടിയ ഒരു പാവം പെൺകുട്ടിയിൽ അവരുടെ തിരച്ചിൽ അവസാനിച്ചു. അവരിൽ ഒരാൾ വിളിക്കവേ ഭയന്ന് വിറച്ച് പതിയെ അവൾ മിഴികൾ ഉയർത്തി. അവളെ കണ്ടതും അവരുടെ കണ്ണുകൾ ഇരയെ കിട്ടിയ പോലെ തിളങ്ങി. അതീവ സുന്ദരിയായ ഒരുവൾ. കണ്ണിലെഴുതിയ കൺമഷിയല്ലാതെ അവളിൽ യാതൊരു അലങ്കാരവും അവശേഷിച്ചിട്ടില്ല. ഈടോ ആര് വിളിച്ചും ഒന്ന് പരിഭ്രമിച്ചു. പതിയെ അവൾ അവർക്കടുത്തേക്ക് ചെന്നു. നിന്റെ പേരെന്താ? അവർ ചോദിക്കവേ അവൾ പതിയെ പറഞ്ഞു, ദക്ഷിത. എന്നാ ദക്ഷിത എന്ന അനിയത്തിക്ക് ഞങ്ങൾ ചേച്ചിമാരുടെ വക ഒരു ട്രീറ്റ് ഉണ്ട്. അത് പറഞ്ഞ് അവരിൽ ഒരാൾ മുന്നോട്ട് വന്ന് പോക്കറ്റിൽ നിന്ന് തലേന്ന് പണി കൊടുക്കാൻ എഴുതി തയ്യാറാക്കിയ ഒരു ലവ് ലെറ്റർ പുറത്തേക്ക് എടുത്തു. അത് അവൾക്ക് നേരെ നീട്ടിയതും അവൾ അവരെ നോക്കി. ഇതെന്ത് ചേച്ചി? ഭയത്തോടെ അവൾ ചോദിച്ചു. ഇതൊരു ലവ് ലെറ്റർ, ദാ ആ കാണുന്ന അനന്തവേട്ടനുള്ള. അത് കേട്ടത് അവൾ ഞെട്ടി അവരെ നോക്കി. ശേഷം അവർ ചൂണ്ടിയ ഭാഗത്തേക്ക് നോക്കി. ആ ക്യാമ്പസിന്റെ ഭംഗി കൂട്ടുന്ന വാഗമരച്ചുവട്ടിൽ ബൈക്കിൽ കൂട്ടുകാരോടൊത്ത് ഇരിക്കുന്നവൻ. മുഖത്തിത്തിരി ഗൗരവത്തിൽ ഫോണിൽ ആരോടോ സംസാരിച്ച് ദേഷ്യത്തിൽ നിൽക്കുന്നവനിലേക്ക് അവർ വിരൽ ചൂണ്ടിയതും അവൾ അറിയാതെ ഉമിനീരിറങ്ങിപ്പോയി. അമ്മേ! അവളിൽ നിന്ന് അറിയാതൊരു വിളി ഉയർന്നു. കോളേജിൽ ആദ്യ ദിവസം വന്നപ്പോഴേ കണ്ടിരുന്നു ആ ഏട്ടനെ. സദാ ഗൗരവം മാത്രം, നേരെ ചിരിച്ച് കണ്ടിട്ടില്ല. ഒരു കലിപ്പൻ. അന്ന് ആരോടൊക്കെയോ വഴക്കുണ്ടാക്കി ദേഷ്യത്തിൽ നിൽക്കുന്ന കണ്ടപ്പോൾ പേടിച്ച് ക്ലാസ്സിൽ പോയിരുന്നോർത്തു പോയി അവൾ. ആ ഏട്ടനോ? ചേച്ചി, അത് ഞങ്ങള് സീനിയേഴ്സ് പറഞ്ഞാലെന്താ അനിയത്തിക്ക് അനുസരിക്കാൻ ഒരു ബുദ്ധിമുട്ട്? ആള് നോക്കി കലിപ്പിൽ അവർ പറഞ്ഞു. ആള് വിറച്ചുകൊണ്ട് നിന്നു. മോളിത് അനുസരിച്ചില്ലേ ഇവിടെ പഠിക്കുന്ന ബുദ്ധിമുട്ടാകുകയെ. ആളിലൊരാൾ താക്കി ഇതുപോലെ പറഞ്ഞു. ആൾ ആ പേപ്പർ കയ്യിൽ വാങ്ങി. ശേഷം പതിയെ അവിടേക്ക് നടന്നു. നടക്കുമ്പോൾ കാറുകൾ വിറക്കുന്ന അവൾ അറിയുന്നുണ്ടായിരുന്നു. ഫോണിൽ ആരോടോ എന്തോ ദേഷ്യത്തിൽ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് പോക്കറ്റിലിട്ട് ബൈക്കിലേക്ക് ചാരിയിരിക്കുന്നവരുടെ അടുത്ത് നിന്ന് അവൾ പതിയെ വിളിച്ചു. ഹലോ ചേട്ടാ. ആ ശബ്ദം കേട്ടതും അവരെല്ലാവരും തിരിഞ്ഞവളെ നോക്കി. വളരെ മനോഹരിയായ ഒരുവൾ. നല്ല ചന്ദനത്തിന്റെ നിറം. കണ്ണിൽ വാരിട്ടെഴുതിയ കൺമഷിയല്ലാതെ യാതൊരു അലങ്കാരവുമില്ലാതെ നെറ്റിയിൽ ചന്ദനക്കുറിയൊരു കുഞ്ഞു ചുവന്ന പൊട്ടും. എല്ലാവരും ഒരു നിമിഷം ആൾ തന്നെ നോക്കി നിന്നു. അവരിലെ കോഴി ചേട്ടന്മാർ തലകുടഞ്ഞെണീറ്റതും ചേച്ചിമാരുടെ മുഖത്ത് അസൂയ മിന്നി. ആൾ വിളിച്ച അനന്തവിനെയാണെന്ന് കണ്ട് അവരുടെ എല്ലാം മുഖത്ത് ആശ്ചര്യം നിറഞ്ഞു, ഒപ്പം ടെൻഷനും. ഇത്ര ധൈര്യമുള്ള കുട്ടിയോ എന്ന് കരുതി അവർ അത്ഭുത ജീവിയെ പോലെ അവളെ നോക്കി. എന്താ? ഗൗരവത്തിൽ അവൻ ചോദിച്ചു. അവൾ പതിയെ മിഴികൾ ഉയർത്തി അവനെ നോക്കി. ആ കാപ്പി കണ്ണുകൾ. അവൾ പെട്ടെന്ന് നോട്ടം മാറ്റി. ശേഷം വിറക്കുന്ന കൈകളോടെ കയ്യിലെ പേപ്പർ അവന് നേരം നീട്ടി. ആ കൂട്ടത്തിലെ സകല എണ്ണത്തിന്റെയും കിളികൾ കൂടും കുടുക്കിയെടുത്ത് പാറി. കോളേജിലെ മുഖ്യ നേതാവ്, അല്ല മുഖ്യ സഖാവ് ദേവാനന്ദ്. മുൻകോപിയും ദേഷ്യം വന്ന മുന്നും പിന്നും കാണാത്ത സ്വഭാവം. കോളേജിലെ ഒട്ടുമിക്കവർക്ക് അവനെ ബഹുമാനത്തിൽ കടന്നൊരു പേടിയുണ്ട്. പെൺകുട്ടികൾക്ക് ആരാധനയും. എന്താ ഇത്? ആദ്യം അവളിലൊന്നും തറഞ്ഞിരുന്നെങ്കിലും അവൾ നേരെ നീട്ടിയ പേപ്പറിലേക്ക് നോക്കി ഗൗരവത്തിൽ അവൻ ചോദിച്ചു.
ആ ചേച്ചിമാര് തന്നതാ എന്ന് പറഞ്ഞ് ആൾ പുറകിലോട്ട് വിരൽ ചൂണ്ടിയതും അവനവിടേക്ക് നോക്കി. ഏത് ചേച്ചിമാര്? അവിടെ ആരുമില്ലല്ലോ. അവൻ പറയുക അവൾ തിരിഞ്ഞു നോക്കിയതും അവിടെ ചേച്ചിമാർ എന്നിടത്ത് ചേച്ചിമാരുടെ പപ്പും പൂടയും പോലും ഇല്ല. അവൾ ആകെ ഞെട്ടി പേടിച്ച് അവനെ നോക്കി. അവിടെ ഉണ്ടായിരുന്നു. അവൾ പറയവേ അവൻ അവളെ സൂക്ഷ്മമായി നോക്കി ആ പേപ്പർ തുറന്നു. എൻ്റെ സഖാവേ, നിങ്ങളെ ഞാൻ എത്രത്തോളം സ്നേഹിക്കുന്നു. നിങ്ങൾ എന്തുകൊണ്ട് എന്നെ കാണുന്നില്ല? നിങ്ങളുടെ ഓർമ്മകളിൽ ഉറങ്ങാനും ഉണരാനും എനിക്ക് കഴിയുന്നില്ല. നിങ്ങൾ എന്തേ എന്നെ കണ്ടില്ല എന്ന് തുടങ്ങിയൊരു പ്രേമലേഖനം. അതിൽ അവസാനം സഖാവ് ലവ്, സഖാവിന്റെ സഖി. അത് കണ്ടതും അവന്റെ മുഖത്ത് ഭാവം മാറി. അവിടെ ദേഷ്യം ഇരച്ചു കയറുന്ന കണ്ടതും അവൾ പേടിച്ച് വിറച്ച് പിറകിലേക്ക് മാറി. പുല്ലേ, നിന്റെ തൊലിയൊളുപ്പിൽ ഞാൻ വീഴൊന്ന് വിചാരിച്ചോടി എന്നും പറഞ്ഞ് അവൻ ആൾക്ക് നേരെ വന്നു. അവന്റെ കൂട്ടുകാർ അവനെ വന്ന് തടഞ്ഞു. എന്താണ് ഇത്? അത് നല്ലൊരു പെൺകുട്ടിയല്ലേ? അവന്റെ കൂട്ടുകാരിൽ നിന്ന് വിഷ്ണു എന്ന് ചോദിച്ചു. അവനെന്തോ അത് അവന് കൊടുത്തു. പെൺകുട്ടികൾക്ക് പറ്റിയ പണിയാണല്ലോ ഇതൊക്കെ. അവൻ പറയുക അവരുടെ മിഴികൾ നിറഞ്ഞതുപോയി. സഖാവ്, സഖാവിന്റെ സഖി എന്ന് എഴുതിയിരുന്ന ആ കത്ത് കണ്ടതും അവന്റെ ബാക്കിയുള്ള കിളികളും സലാം പറഞ്ഞു പോയി. പ്രണയമെന്നും ചുവപ്പിനോടാണെന്ന് പറഞ്ഞ് നടക്കുന്നവന്റെ അടുത്തേക്ക് ഇത് കൊണ്ടുവരാൻ എങ്ങനെ ധൈര്യം വന്ന് വെച്ചേ എന്നതിൽ അവൻ അവളെ നോക്കി. കണ്ണുകൾ നിറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പേടിച്ച് ഷാളിൽ കൈകൾ കൊരുത്തി പിടിച്ചു. കുറ്റം ചെയ്തവളെ പോലെ തലതാഴ്ത്തി വിറച്ചുള്ള നിൽപ്പ്. അത് കണ്ടപ്പോൾ വിഷ്ണുവിന് പാവം തോന്നി. കുട്ടി പോയിക്കോ അവൻ പറഞ്ഞ് അവനവളെ പറഞ്ഞയച്ചു. ഡാ, അത് വല്ലമാർ റാഗ് ചെയ്ത് പണിയെടുത്താവും, അല്ലാതെ അതിനെ കണ്ടങ്ങനെ തോന്നുന്നു. ഒരു പാവം കൊച്ചു, ഏതോ നല്ല കുടുംബത്തിലാണെന്ന് തോന്നുന്നു. എന്നാ പിന്നെ നീ ഞാൻ കെട്ടിക്കോടാ. കൂട്ടത്തിലൊരുത്തം വിഷ്ണുവിനെ കളിയാക്കിയതും വളയോ നോക്കട്ടെ എന്നും പറഞ്ഞ് വിഷ്ണു ചിരിച്ചു. അതുകൊണ്ട് ആനന്ദവനെ കൂർപ്പിച്ച് നോക്കി. ആ നോട്ടം അത്ര പന്തിയല്ലോ എന്ന് ആത്മഹതിച്ച് വിഷ്ണുപതിയെ തടിയൂരി. മതികള, ബാക്കി പരിപാടികൾ നോക്ക് എന്നും പറഞ്ഞ് ആനന്ദ് അവിടുന്ന് നീറ്റുപോയി. പിന്നീട് ഫ്രഷേഴ്സ് ഡേ പ്രോഗ്രാംസ് പൊടി പൊടിച്ചു. കുട്ടികളെല്ലാം ആസ്വദിച്ച് ഡാൻസ് കളിച്ച് ഉല്ലസിക്കുമ്പോൾ ദച്ചു മാത്രം ക്ലാസ്സിലിരുന്നു. കൂട്ടുകാരെല്ലാം നിർബന്ധിച്ചെങ്കിലും അവൾ പോയില്ല. ഒന്നിനും അവൾക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. രാവിലത്തെ പ്രശ്നം അവളെ വല്ലാതെ ഉലച്ചു. അതിനേക്കാൾ അവൾ നന്നായി പേടിച്ചിരുന്നു. ഇനി അവനെ കാണേണ്ടി വരുമോ എന്ന് പേടിച്ചാണ് പെണ്ണൊന്നാതെ പോകാതിരുന്നത്. പ്രോഗ്രാമിനിടയിലെല്ലാം ആനന്ദുവിന്റെ കണ്ണുകൾ ദച്ചുവിനെ തിരഞ്ഞു. എന്നാൽ അവളെവിടെയും കണ്ടില്ല. രാവിലെ കുറച്ച് കൂടിപ്പോയോ അവൻ ആലോചിച്ചു. ആദ്യമായി അവൾ ഈ കോളേജിൽ വന്നപ്പോഴേ അവൻ അവളെ ശ്രദ്ധിച്ചിരുന്നു. അന്നും അവൾ ചുരിദാറായിരുന്നു, ഒരു തൂവെള്ള ചുരിദാർ. അവന്റെ ചുണ്ടിലൊരു ചിരി മിന്നി. പിന്നെ അവൻ സദാ ഗൗരവം മുഖത്തണിഞ്ഞു. അന്ന് ഫ്രണ്ട്സിന്റെ ഇടയിൽ വെച്ച് അവളെ തന്നപ്പോൾ ഒരു ചമ്മൽ തോന്നി. അതാണ് ദേഷ്യത്തിൽ അങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞു. പക്ഷെ വേണ്ടായിരുന്നെന്ന് അവൻ ഓർത്തു. പിന്നെ പതിയെ പാർട്ടിൽ നിന്ന് ഉൾവലിഞ്ഞ് വരാന്തയിലേക്ക് കയറി. ദച്ചു ക്ലാസ്സിലിരുന്ന് മടുത്തപ്പോൾ വീട്ടിൽ പോകാമെന്ന് കരുതി ബാഗും എടുത്ത് ഇറങ്ങി. വരേണ്ടിയിരുന്നില്ല, അവൾ മനസ്സിലോർത്ത് പതിയെ വരാന്തയിലേക്ക് ഇറങ്ങി നടന്നു. കോളേജിന്റെ സ്വന്തം ഓഡിറ്റോറിയത്തിൽ തന്നെയാണ് പരിപാടി. അതുകൊണ്ട് കുട്ടികളെല്ലാം അവിടെയായിരുന്നു. ചിലവർ മാത്രം ക്യാൻറ്റീനിലും സ്റ്റാഫ് റൂമിലും മറ്റുമായി നടക്കുന്നു. അവളൊന്നിലും ശ്രദ്ധിക്കാതെ പതിയെ നടന്നു. പെട്ടെന്ന് മുന്നിൽ അനന്തുവിനെ കണ്ടതും ഞെട്ടി. കാലുകൾ കെട്ടിയിട്ടതുപോലെ നിന്നു. ആരെ പേടിച്ചിട്ടാണോ നടന്ന് ആളുടെ മുന്നിൽ തന്നെ കറക്റ്റായി പെട്ടല്ലോ ഈശ്വര. അവൾ ആത്മഹതിച്ചു. അവളെ കണ്ടതും കളഞ്ഞുപോയതെന്തോ തിരികെ കിട്ടിയ പോലെ അവൻ അവളെ നോക്കി നിന്നു. അവനെ നോട്ടം കണ്ടതും അവൾ പെട്ടെന്ന് നോട്ടം മാറ്റി തലതാഴ്ത്തി അവനെ മറികടന്ന് പോവാനൊരുങ്ങി. അപ്പോഴാണ് അവളുടെ കയ്യിലെ ബാഗ് അവൻ കാണുന്നത്. കുട്ടി എങ്ങോട്ടാ അവൻ അവളോട് ചോദിച്ചു. അവൾ പേടിച്ച് അവനെ നോക്കി. അത് വീട്ടിലേക്ക് അവൾ വിളിച്ചു പറഞ്ഞു. അവനവളുടെ അടുത്തേക്ക് നീങ്ങി. എന്തിന്? പരിപാടി കഴിഞ്ഞില്ലല്ലോ. അത് പിന്നെ ആൾ വിറച്ചുകൊണ്ട് പറയാനാവാതെ വിക്കിയതും ഒറ്റപ്പുരികമുയർത്തി അവൻ ചോദിച്ചു. പിന്നെ? എനിക്ക് വയറുവേദനിക്കുന്നു. അവൾ പെട്ടെന്ന് വായിൽ വന്ന കള്ളം വിളിച്ചു പറഞ്ഞു. അവൻ അവളെ ഒന്ന് അടിമുടി നോക്കിയതും അവൾ തലതാഴ്ത്തി നിന്നു. താനെന്താ ഏത് നേരം നിലത്ത് കല്ലുകളുണ്ടാണോ? ഏത് നേരം നിലം നോക്കിയാണോ നിൽപ്പ്? അവൻ പറഞ്ഞു. അവളൊന്നും ഇണ്ട അങ്ങനെ തന്നെ നിന്നു. സോറി അവൻ പെട്ടെന്ന് പറഞ്ഞു. അവൾ അവനെ മിഴികൾ ഉയർത്തി നോക്കി. CCTV ഞാൻ നോക്കിയിരുന്നു. അപ്പോഴാ ആ പെൺകുട്ടികളെ കണ്ടത്. ആർക്കുള്ള പണയം കൊടുത്തിട്ടുണ്ട്. തന്നെ തെറ്റിദ്ധരിച്ചു, അതിനാ സോറി. അവൻ വീണ്ടും പറയവേ അവൾ പതിയെ തലകുലുക്കി. ശരി, എന്നാ പോയിക്കോ. വയ്യാതെ ഇവിടുന്ന് ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ ഡ്രോപ്പ് ചെയ്യണോ? അവൻ ചോദിച്ചു. അവൾ വേണ്ടെന്ന് തലയാട്ടി. ശേഷം അവനെ മറികടന്ന് പതിയെ നടന്നു. അവൾ പോയതും അവൻ പുഞ്ചിരിയോടെ അവിടെ തന്നെ നിന്നു. പിന്നിൽ നിന്നൊരാക്കിയ ചുമയേട്ടതും അവൻ ഞെട്ടിത്തിരിഞ്ഞ് നോക്കി. അവിടെ ഇളിച്ചുകൊണ്ട് നിൽക്കുന്ന വിഷ്ണുവിനെ കണ്ടതും അവനൊന്ന് പരിങ്ങി. ഞാൻ ശ്രദ്ധിച്ചായിരുന്നു, കോഴി മുട്ടയിടാൻ തപ്പുന്ന പോലെ നീ പാർട്ടിയിൽ വെച്ച് തിരയുന്നു അവൻ പറഞ്ഞു. അവൻ പതി ഇളിച്ചു. അവനെന്തോ ആരുടെയെങ്കിലും മുമ്പിൽ ഗൗരവത്തിന്റെ മുഖം മൂടി അഴിക്കാറുണ്ടെങ്കിൽ അത് വിഷ്ണുവിന്റെ മുമ്പിൽ മാത്രമാണ്. കുഞ്ഞിലായി മുതലുള്ള കൂട്ടാണ് അവർ രണ്ടുപേരും. അനന്തുവിന് അച്ഛൻ മാത്രമേ ഉള്ളൂ. അച്ഛൻ കഴിഞ്ഞാൽ അവൻ ഈ ലോകത്തെല്ലാം വിഷ്ണുവാണ്.
അതിനാൽ വിഷ്ണുവിനെ നല്ലപോലെ അനന്തുവിനും അവന് വിഷ്ണുവിനും അറിയാം. മറ്റൊരു പെൺകുട്ടികളോടില്ലാത്ത എന്തോന്ന് നിനക്ക് അവളോടുണ്ടെന്ന് എനിക്കാദ്യമേ മനസ്സിലായതാ. വിഷ്ണു പറയവേ അനന്തു അവൾ പോയ വഴിയെ നോക്കി. ശരിയാണോ, ഫീൽ സോ സ്പെഷ്യൽ. ആരാതും പറഞ്ഞൊന്ന് പുഞ്ചിരിച്ചോ വിഷ്ണുവും ചിരിച്ചു. പിന്നീടുള്ള ദിവസങ്ങളിൽ അനന്തുവിന്റെ നോട്ട് അവളിൽ വീഴുന്നുണ്ടായിരുന്നെങ്കിലും ഒരിക്കൽ പോലും അവളുടെ നോട്ട് അവന്റെ മേൽ വീണില്ല. അങ്ങനെ ഒരാൾ ആ കോളേജിൽ ഇല്ലാത്ത പോലെയാണ് അവളുടെ നടപ്പ്. ആദ്യം ക്ലാസ്സിൽ നിന്ന് ഇറങ്ങില്ല. അഥവാ ഇറങ്ങിയാൽ തന്നെ ഒരിക്കലും അവന്റെ മുമ്പിൽ പെടാതിരിക്കാൻ അവൾ പ്രത്യേകം ശ്രദ്ധിച്ചു. എങ്കിലും അവളുടെ ഓരോ ചലനവും അവൻ അറിയുന്നുണ്ടായിരുന്നു. അവളെ അറിയാതെ അവൻ അവളെ പ്രണയിച്ചുകൊണ്ടിരുന്നു. അതെ, ചുവപ്പിനെ പ്രണയിച്ചവന്റെ മനസ്സിൽ ആദ്യമായി പ്രണയം വിതച്ച പെണ്ണ്. ആദ്യം ഒരു തമാശ പോലെ അവന് തന്നെ തോന്നിയിരുന്നെങ്കിലും അത് അവന്റെ ഉള്ളിൽ വല്ലാത്ത ആഴത്തിൽ പതിയെന്ന് അവൻ അറിയുന്നുണ്ടായിരുന്നില്ല. ഒരു ദിവസം തെച്ചു പതിവ് പോലെ ലൈബ്രറിയിലേക്ക് പോയതായിരുന്നു. പുസ്തകങ്ങളോട് അവൾക്ക് വല്ലാത്ത പ്രണയമാണ്. അവളുടെ വരവും കാത്ത അവനുണ്ടായിരുന്നു. അവൾ പതിയെ ഷെൽഫിലേക്ക് കൈനീട്ടി. അതിലെ ഖസാക്കിന്റെ ഇതിഹാസത്തിൽ അവളുടെ കൈകൾ ചലിക്കവേ അപ്പുറത്തു നിന്നും അനന്തു അത് എടുത്തിരുന്നു. അത് കണ്ട് അവളുടെ മുഖം വാടുന്ന അവൻ ശ്രദ്ധിച്ചു. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ഡെസ്കിലേക്ക് ചെന്ന് അത് വായിക്കാനിരുന്നു. അവൾക്കാണെങ്കിൽ അത് വായിക്കാൻ വല്ലാത്ത കൊതിയായിരുന്നു. കുറെ കാലമായി ആ ബുക്ക് തേടി നടക്കുന്നു. മുമ്പ് പഠിച്ച കോളേജിൽ ലൈബ്രറിയിലായിരുന്നു. ഈയിടെ വന്നപ്പോൾ തൊട്ട് അത് ആരുടെയെങ്കിലും കയ്യിലാവും. ഇന്നത് വന്നിട്ടുണ്ടെന്ന് രേഖ ചേച്ചി പറഞ്ഞിട്ടാണ് വന്നേ. അവൾ ഓർത്തു, അവനോട് ചോദിച്ചാലോ. അവളൊന്ന് ആലോചിച്ചതിന് ശേഷം പതിയെ അവന്റെ അടുത്തേക്ക് ചെന്നു. ഹലോ. ആൾ വിളിച്ചതും അവൻ സംശയത്തിൽ അവളെ നോക്കി. എന്താ? ഗൗരവമുള്ള ചോദ്യം. അവളൊന്ന് പേടിച്ചു. പിന്നെ വിറച്ചുകൊണ്ട് ചോദിച്ചു, ഈ ബുക്ക് എനിക്ക് തരുമോ? ആൾ പതിയെ ചോദിച്ചു. അവനവളെ പുരികം വളച്ച് നോക്കി. ഞാൻ കുറെ കാലം ഇതിന് പുറകെ കിടക്കുന്നു. ഓരോരുത്തർ കൊണ്ടുപോയി, എനിക്ക് കിട്ടിയിട്ടില്ല. ഇനിയും പോയാ ഇപ്പൊ അടുത്തും കിട്ടില്ല. എനിക്കൊന്ന് തരുമോ? ആൾ പതിയെ ചോദിക്കവേ അവൾക്ക് പുസ്തകങ്ങളോടുള്ള ഭ്രാന്തി എത്രത്തോളം ഉണ്ടെന്ന് അവന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് അവൾ തന്നോട് ഇത്രയും സംസാരിക്കുന്നത്. പേടിയോടെയാണെങ്കിലും ഇടയ്ക്ക് കൊഞ്ചിയുള്ള അവളുടെ ചോദ്യം അവനിലൊരു പുഞ്ചിരി വിരിയിച്ചു. തനിക്ക് പുസ്തകങ്ങൾ അത്രയ്ക്ക് ഇഷ്ടമാണോ? അവൻ ചോദിക്കവേ അവളിലൊരു പുഞ്ചിരി വിരിഞ്ഞു. അവൾ അതേന്ന് തലയാട്ടി. അവനൊന്ന് പുഞ്ചിരിച്ചു. ഓക്കെ, തരാം. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്. എനിക്കിത് വായിക്കാൻ നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ വായിക്കാനൊരു ടൈമിൽ താനും. അവൻ അതും പറഞ്ഞ് അവളെ നോക്കി. അവൾ അവനെ തന്നെ നോക്കി നിൽക്കുകയാണ്. അതുകൊണ്ട് താനിത് വായിച്ച് എനിക്ക് ആ കഥ പറഞ്ഞു തരണം. എന്താ പറ്റുമോ? അവന്റെ ചോദ്യത്തിൽ അവൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. ദയനീയമായി അവനെ നോക്കുമ്പോൾ നോ രക്ഷ. അത് എനിക്ക് പറ്റില്ല. അവൾ വിറയലോട് പറഞ്ഞു. അവനവളെ നോക്കി. വൈ? എനിക്ക് ഏട്ടനെ പേടിയാ. അവൻ ചോദിച്ചു. അവൾ പതിയെ മറുപടി പറഞ്ഞു. എന്തിന്? ഞാൻ തന്നെ പിടിച്ചിരുന്നോ? ഇല്ലല്ലോ. അവൻ ചോദിച്ചു. അവളില്ല എന്ന് നിഷ്കളങ്കമായി തലയാട്ടി. അത് കാണെ അവനൊന്ന് പുഞ്ചിരിച്ചു. ആ ചിരിയിലൊരു നിമിഷം അവൾ തറഞ്ഞു നിന്നു. വളരെ മനോഹരമായൊരു പുഞ്ചിരി. ചിരിക്കുമ്പോൾ കവിളിൽ തെളിയുന്ന മനോഹരമായ നുണക്കുഴികൾ അവൾ ഒരു നിമിഷം കണ്ണെടുക്കാൻ മറന്നുപോയി. ഹലോ, താനിത് ഏത് ലോത്ത? അവളുടെ മുന്നിൽ കൈകൊണ്ട് ഞൊടിച്ചവൻ ചോദിച്ചു. അവൾ സ്വഭാവത്തിലേക്ക് വന്നു. എന്നിട്ടൊന്ന് പുഞ്ചിരിച്ചു. ആഹാ, പേടി ഉറഞ്ഞല്ലോ. മനോഹരമായ പുഞ്ചിരിയൊക്കെ വിരിഞ്ഞല്ലോ. അവൻ പറയവേ ആളവനെ നോക്കി. ഇനി പറ, എനിക്ക് പറഞ്ഞു തരുമോ? അവൻ ചോദിച്ചു. മറ്റു വഴികളില്ലാതെ അവൾ സമ്മതിച്ചു. അപ്പോൾ അവൻ ബുക്ക് അവളെ ഏൽപ്പിച്ചു. ഓരോ ദിവസവും വായിക്കുന്ന ഭാഗം വായിച്ചു കേൾപ്പിക്കണം, കേട്ടല്ലോ? അപ്പൊ ഓക്കെ, നാളെ കാണാം എന്നും പറഞ്ഞ് ഞാൻ അവിടെ നിന്നും പോയി. അവൻ പോയ വഴിയെ നോക്കി അവൾ അങ്ങനെ നിന്നു, ആ ബുക്ക് നെഞ്ചോട് ചേർത്ത്. ആള് തന്നോട് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ. ആൾക്ക് വല്ലാത്ത സന്തോഷം തോന്നി. എല്ലാരും പറയുന്നത്ര ദുഷ്ടനൊന്നുമില്ല, ആൾ പതിയെ പറഞ്ഞു. ശേഷം ഒന്ന് പുഞ്ചിരിച്ച് ക്ലാസ്സിലേക്ക് പോയി. പിന്നീട് അങ്ങോട്ട് അവരുടെ സൗഹൃദം വളരുകയായിരുന്നു. ആദ്യം ഖസാക്കിന്റെ ഇതിഹാസത്തിൽ തുടങ്ങിയതാണെങ്കിലും പിന്നീട് അവൾ ഏത് ബുക്ക് എടുത്താലും അതിന്റെ കഥ അവൻ അറിയണമായിരുന്നു. അങ്ങനെ ഇരിക്കെ അവരുടെ ആ സൗഹൃദം കോളേജിൽ മുഴുവനൊരു പ്രണയമായി പരന്നു. കാരണം അനന്തു അവളോടല്ലാതെ മറ്റാരോടും ഇത്രയധികം സംസാരിക്കുന്നോ ചിരിക്കുന്നോ അവരാരും കണ്ടിട്ടില്ല. എങ്കിലും അവരെ അത് ബാധിച്ചിരുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, അനന്തുവിനോടുള്ള ഭയം. അങ്ങനെ ഒരു ദിവസം പതിവ് പോലെ ഒരു പുസ്തകവും പിടിച്ചവനെ കാത്ത് വാഗയുടെ ചുവട്ടിലിരിക്കാൻ ധരിച്ചു. ഈവനിങ് ആയതിനാൽ കുട്ടികളെല്ലാം പോയി തുടങ്ങിയിരുന്നു. ആളെ ഇപ്പോൾ പലപ്പോഴും അനന്തുവാണ് ഡ്രോപ്പ് ചെയ്യാറ്. അങ്ങനെ അവനെയും കാത്തിരിക്കുന്ന അവളുടെ അടുത്തേക്ക് അവൻ പതിയെ നടന്നു വന്നു. പതിവില്ലാത്തൊരു ടെൻഷനും പരവേശവും അവനിൽ കണ്ടപ്പോൾ അവൾ കണ്ണുറുക്കി അവനെ നോക്കി. എന്താ ദേവേട്ടാ? അവൾ അവനെ അങ്ങനെയാണ് വിളിക്കാറ്. അത് പിന്നെ എന്നും പറഞ്ഞ് അവൻ അവൾക്കടുത്തേക്ക് ഇരുന്നു. അവൾ കുറെ നേരം അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി. എന്നാൽ അവന്റെ ശ്രദ്ധ മറ്റെവിടെയായിരുന്നു. ദശു, അവൻ പതിയെ അവളുടെ കാതോരം ചേർത്ത് വിളിക്കവേ അവൾ ഞെട്ടി അവനെ നോക്കി. അവൾ അത്രയും നേരം അവനെ വായി നോക്കിയിരിക്കായിരുന്നെന്ന് അവൾക്ക് അപ്പോഴാണ് മനസ്സിലായത്. അത്രയും അടുത്ത് അവന്റെ ശബ്ദം കേൾക്കവേ അവളൊന്ന് വിറച്ചുകൊണ്ട് പതിയെ മൂളി. ഞാനൊരു കാര്യം ചോദിച്ചാ നീ സത്യം പറയൂ? അവൻ ചോദിക്കവേ അവൾ അവനെ നോക്കി.
നിനക്ക് നിനക്ക് ഞാൻ ആരടി വേണ്ടേ? വളരെ നേരത്തെ ശബ്ദത്തിൽ അവൻ ചോദിച്ചു. അതിമനോഹരമായൊരു ചിരിയായിരുന്നു അവളുടെ മറുപടി. എന്റെ ദേവേട്ടൻ. അവൾ പറയവേ അവൻ പിണക്കനടിച്ച് തിരിഞ്ഞു. അവൾ അവന്റെ മുഖം അവൾക്ക് നേരെ തിരിച്ചു. ശരി, ഞാൻ പറയാം, പക്ഷേ ആദ്യം ഞാൻ ദേവേട്ടൻ ആരാണെന്ന് പറ. അവൾ പറയവേ അവനൊരു ചിരിയോടെ അവളെ നോക്കി. ശേഷം അവളുടെ കൈ അവന്റെ കൈകൾ ചേർത്ത് വെച്ചു. എന്നിട്ട് പറഞ്ഞു, ദശു, ഈ ലോകത്ത് എനിക്ക് അച്ഛൻ മാത്രമേ ഉള്ളൂ. നിന്നെ പോലെ അച്ഛനും അമ്മയും 3 ചേട്ടന്മാരൊന്നും എനിക്കില്ല. എന്റെ ചെറുപ്പത്തിലെ അമ്മ മരിച്ചു. എന്നെ വളർത്താൻ കഷ്ടപ്പെടുന്നതിനിടയിൽ എന്നെ സ്നേഹിക്കാൻ അച്ഛനും മറന്നു. അതുകൊണ്ട് തന്നെ ഇന്നും ഒറ്റത്തടിയായിരുന്നു. സ്കൂളിൽ പോയാലും ഒറ്റക്ക്. കാരണം എന്റെ ദേഷ്യം തന്നെയായിരുന്നു. ദേഷ്യവും ഗൗരവമല്ലാതെ മറ്റൊരു ഭാവം ഞാൻ അച്ഛനിൽ കണ്ടിരുന്നില്ലെന്നാണ് സത്യം. അങ്ങനെ അത് തന്നെയായി എന്റെയും സ്ഥായി ഭാവം. പിന്നെ ഞാൻ ആദ്യമായി കൂട്ടാവുന്നത് വിഷ്ണുവിനോടാണ്. കാരണം ചെറുപ്പം മുതൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ആദ്യം കോയിൻസിഡന്റ് ആണെന്നാ കരുതിയത്. പിന്നെയാ മനസ്സിലായത് ഒരിക്കൽ അവൻ ഉപദ്രവിച്ച കുട്ടികളിൽ നിന്ന് ചെറുതിലെ ഞാൻ അവനെ രക്ഷിച്ചിട്ടുണ്ടെന്ന്. അതുകൊണ്ട് ഞാൻ പഠിക്കുന്ന സ്കൂളുകൾ നോക്കി അവൻ എനിക്കൊപ്പം മാറുകയായിരുന്നെന്ന്. അവന്റെ മുന്നിൽ മാത്രമേ ഞാൻ ചിരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ആദ്യമായിട്ട് നിന്നെ ഞാൻ കണ്ട ദിവസം, സത്യം പറയാലോ, എന്താ പറയാ, കൂട്ടുകാരുടെ അടുത്തൊരു വെള്ള ചുരിദാറും ഇട്ട് പോണിടെയിൽ മോഡൽ ഹെയറും കെട്ടി കുഞ്ഞു റെഡ് പൊട്ടും നിന്റെ മൂക്കിന് തുമ്പിൽ ആ കുഞ്ഞു ചുവപ്പുകളെല്ലാം ഞാൻ ഒരുപാട് നേരം നോക്കി. സീനിയേഴ്സ് അടുത്ത് വരുമ്പോഴെല്ലാം പേടിച്ച് നീ നിന്റെ നടത്തത്തിന്റെ വേഗത കൂട്ടുന്നില്ലെന്ന് നീ ഒരു പേടിത്തുണ്ടിയാണെന്ന് എനിക്ക് മനസ്സിലായി. എങ്കിലും നിന്റെ മുഖത്ത് ഓരോ ഭാവവും എന്നിൽ പുഞ്ചിരി ഉണർത്തി. പിന്നീട് നിന്നെ എവിടെ കണ്ടാലും എന്റെ മിഴികൾ നിന്റെ പിറകെയായിരുന്നു. അങ്ങനെ ഇരിക്കവെയാണ് അന്നത്തെ സംഭവം. കൂട്ടുകാരെല്ലാരും വായും പൊളിച്ചേൽക്കുന്ന കണ്ടപ്പോ ആകെ ഒരു ചടപ്പായി. അതാന്ന് ദേഷ്യപ്പെട്ട്. എന്നാൽ അതിനുശേഷം നീ എന്നിൽ നിന്ന് ഓടി കളിക്കുന്ന കണ്ടപ്പോ എനിക്കൊന്ന് വല്ലാതെ ഫീലാവാൻ തുടങ്ങി. അതുകൊണ്ടാ നിന്നോട് സൗഹൃദം കൂടാൻ ഞാൻ ലൈബ്രറിയിലേക്ക് എത്തിയത്. നീ ലൈബ്രറിയിലെ രേഖ ചേച്ചിയോട് ഖസാക്കിന്റെ ഇതിഹാസം ചോദിക്കുന്ന കേട്ടപ്പോ ആ ബുക്ക് തെരഞ്ഞു പിടിച്ചെടുത്തു. അവൻ അതും പറഞ്ഞ് അവളെ നോക്കി. കണ്ണെല്ലാം നിറഞ്ഞിട്ടുണ്ടെങ്കിലും ആ നോട്ടം തന്നിലാണ്. അവൻ ബാക്കി തുടർന്നു. എന്റെ അമ്മയ്ക്ക് ശേഷം ഞാൻ ആദ്യമായിട്ട് അടുത്ത പെൺകുട്ടി നീയാ ദശു. ആ നിന്നെ എന്റെ ജീവിതകാലം മുഴുവൻ എനിക്ക് കൂട്ടുവേണമെന്നാണ് എൻ്റെ ആഗ്രഹം. നിന്റെ വീട്ടിൽ ഞാൻ സംസാരിച്ചോളാം. ബട്ട് നിനക്കെന്നെ ഇഷ്ടമാണോ അതെനിക്കറിയണം. നിന്റെ മനസ്സിൽ എൻ്റെ സ്ഥാനവും. അവൻ അതും പറഞ്ഞ് അവളെ നോക്കവേ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. എനിക്കും ഇഷ്ടാ, എൻ്റെ ജീവനാ, എൻ്റെ എല്ലാം. അവൾ അത് പറഞ്ഞ് വിരുമ്പിക്കൊണ്ട് അവനെ നെഞ്ചിലേക്ക് ചേർന്നു. അവൾ അവന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. പതിയെ അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു. അന്ന് അവളുടെ വീട്ടിലേക്കുള്ള വഴിയിൽ അവളെ ഇറക്കി വിടുമ്പോൾ അവന് വല്ലാത്ത ശൂന്യത തോന്നി. ഒട്ടും പിരിഞ്ഞിരിക്കാൻ വയ്യാത്ത അവസ്ഥ. അവനെ അവളുടെ കൈകൾ പിടിച്ചു. ഇനി എപ്പോഴാ? അവൻ കൊഞ്ചിക്കൊണ്ട് ചോദിക്കുക. അവൾ പുഞ്ചിരിച്ചു. നാളെ. അതും പറഞ്ഞ അവൾ പതിയെ നടന്നു പോകുമ്പോൾ വിളിക്കണേന്ന് പറയാൻ അവൻ മറന്നില്ല. അങ്ങനെ അവരുടെ പ്രണയം വളരുകയായിരുന്നു. കോളേജിലെ ഓരോ മുക്കിലും മൂലയിലും അവരുടെ പ്രണയം പരന്നു. അതിലാർക്കും ദേഷ്യമോ അസൂയോ തോന്നിയില്ല. കാരണം അവരുടെ ആ ജോഡി ആ കോളേജിലെ ഓരോരുത്തർക്കും വളരെ ഇഷ്ടമായിരുന്നു. അങ്ങനെ ആ ക്യാമ്പസ് അവരുടെ പ്രണയത്തിന് സാക്ഷ്യം വഹിച്ചു. ഒരിക്കൽ അവളെയും ചേർത്ത് ആ വാഗമരച്ചോട്ടിലേക്ക് അവൻ ചോദിച്ചു, നിന്റെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? നിന്റെ താലി. അവൾ പറയവേ അവൻ അവളെ നോക്കി. അവൾ പുഞ്ചിരിച്ചു. എന്റെ വീട്ടുകാരതിനെ എതിർക്കുന്ന എനിക്ക് ഉറപ്പാ ദേവേട്ട. എങ്കിലും എനിക്ക് ഈ ലോകത്തെ ഏറ്റവും വലുത് നിന്റെ താലിയാ. ഞാൻ ഏറെ കൊതിക്കുന്നു, അത് മാത്രമാണ്. അവൾ പറയവേ അവൻ അവളെ ചേർത്ത് പിടിച്ചു. ഈ ഒരാഴ്ച കൂടി കഴിഞ്ഞ് എൻ്റെ കോളേജ് തീരും. പിന്നെ ജോലി. നിന്നെ അച്ഛനെയും പട്ടിണിയില്ലാതെ നോക്കാൻ പറ്റുന്ന ഒന്ന്. ശേഷം ഞാൻ വരുടി വേണേ നിന്റെ അടുത്തേക്ക് നിനക്കുള്ള താലിയുമായി. അവനത് പറയവേ അവളുടെ കണ്ണിലൊരു നീർത്തിളക്കം മിന്നി. അവൾ അവനോട് ചേർന്ന് ആ വിദൂരതയിലേക്ക് മിഴികൾ നട്ടു. കഴിഞ്ഞ ദിവസം വീട്ടിൽ അമ്മയോട് ദേവേണ്ണെ പറ്റി പറഞ്ഞു ഓർത്തു അവൾ. അവരൊക്കെ താഴ്ന്ന ജാതിക്കാരാ മോളത് വിട്ടേക്ക്. അച്ഛനും ഏട്ടന്മാരും അറിഞ്ഞ ഒരിക്കലും സമ്മതിക്കില്ല അത്. പിന്നെ നിന്നെയും എന്നെ പോലെ നേരത്തെ കെട്ടിച്ചു വിടും. അമ്മയെപ്പോലെ ഒരു അടുക്കളയിൽ 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങിയിരുന്ന എൻ്റെ കുഞ്ഞിൻ്റെയും ജീവിതം. അതുകൊണ്ട് എൻ്റെ കുഞ്ഞത് വിട്ടേക്ക്. അമ്മ അത് പറയവേ ഒരു വരണ്ട പുഞ്ചിരി നൽകി റൂമിലേക്ക് പോയവൾ. അവൾക്കും അറിയാം തൻ്റെ വീട്ടിൽ ഒരിക്കലും ഇത് സമ്മതിക്കില്ലെന്ന്. എങ്കിലും എൻ്റെ കൊച്ചേട്ടൻ എനിക്ക് സപ്പോർട്ട് നിൽക്കും. അവൾക്ക് ചെറിയൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. ആദ്യം എതിർത്താലും പിന്നെ കൊച്ചേട്ടൻ കൂടെ ഇരിക്കും, ഉറപ്പാണ്. ഞാൻ കരഞ്ഞാൽ അച്ഛനും വീഴും. പിന്നെ ഏട്ടന്മാരെ പേടിക്കണ്ട. അവളുടെ മനസ്സ് അങ്ങനെ പലതും പ്ലാൻ ചെയ്തു വെച്ചിരുന്നു. എങ്കിലും ഉള്ളിലെവിടെയോ ഒരു പേടി. ഇത്രയും അടുത്തിട്ട് ഇനി പിരിയേണ്ടി വരുമോ എന്ന്. അങ്ങനെ വന്നാൽ പിന്നെ താൻ ജീവിച്ചിരിക്കുകയോ? ഇല്ല, തനിക്കതിന് കഴിയില്ല. അവളവനെ നോക്കി. തന്നെ നോക്കി ഇരിപ്പാണ്. എന്തി? അവൾ ചോദിച്ചു. മോള് കുറെ നേരമായിട്ട് ആലോചനയിലാണോ? അതുകൊണ്ട് നോക്കിയിരുന്നാ? അവൻ പറഞ്ഞ അവൾ പുഞ്ചിരിച്ചുകൊണ്ട് എണീറ്റു. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ? അവൾ ചോദിച്ചു. അവൻ അവളെ നോക്കി. നമുക്കൊരിക്കലും ഒന്നിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ദേവേട്ടനെ എന്ത് ചെയ്യും? അവൾ ചോദിച്ചു. അവനൊന്ന് പുഞ്ചിരിച്ചു. ഈ ദേവൻ ജീവനോടെ ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നിച്ചിരിക്കും.
അവന്റെ വാക്കുകൾക്ക് വല്ലാത്തൊരു ദൃഢതയുണ്ടായിരുന്നു. അവളൊന്ന് പുഞ്ചിരിച്ചു. അല്ല, അങ്ങനെ വന്ന നീ എന്ത് ചെയ്യും? അവൻ ചോദിച്ചതും. പിന്നെ ഒരിക്കലും ഞാൻ ഉണ്ടാവില്ല. മറ്റൊന്നും ചിന്തിക്കാതെ പെട്ടെന്ന് അവളത് പറയവേ അവനോട് ചെവിയിൽ പിടിച്ചു. എന്താ പെണ്ണെ പറയുന്നത്? വേദനിച്ചുട്ടോ ദേവേട്ടാ? അവൾ പറയവേ വേണമെന്നും പറഞ്ഞ് അവൻ എണീറ്റു. മതി, വാ വീട്ടിൽ പോ. അതും പറഞ്ഞ് അന്ന് അവർ പിരിഞ്ഞു. പരസ്പരം പിരിഞ്ഞു പോകുമ്പോൾ ഇരുവരും അറിഞ്ഞിരുന്നില്ല തങ്ങളെ കാത്തിരിക്കുന്ന വിധിയുടെ ക്രൂരതയെ. സർ, ചായ? പെട്ടെന്ന് ആനയുടെ പിയെ വന്ന് പറഞ്ഞു. ഛേ, നാശിപ്പിച്ചു. ചായ ഇപ്പൊ വേണ്ട, കഥ പറയല്ലേ? ആന്റണി ആവേശത്തോടെ അവനിലേക്ക് ചേർന്നിരുന്നു. എന്നിട്ട് അയാൾ ചോദിക്കവേ ഒരു നിശ്വാസത്തോടെ അവൻ തുടർന്ന് ആ കഥ പറയുമ്പോൾ അവനിൽ വിരിയുന്ന ഭാവങ്ങളെ നോക്കി ആന്റണി ഇരുന്നു. അന്ന് തെച്ച് വീട്ടിലെത്തുമ്പോൾ അച്ഛനെ ഏട്ടന്മാരെല്ലാം വീട്ടിലുണ്ടായിരുന്നു. അകത്ത് വല്ലാത്ത ബഹളം. അവളുടെ ഹൃദയമിടിപ്പ് കൂട്ടി. അവൾ പതിയെ കാതോർത്തു. അന്നേ ഞാൻ അച്ഛനോട് പറഞ്ഞ അവളെ കെട്ടിച്ചൂടാം, പണിത്തൊക്കെ മതിയെന്ന്. കേട്ടില്ലല്ലോ. ഇപ്പൊ കുടുംബത്തിന്റെ മാനം കൈ കിട്ടിയപ്പോ സമാധാനായില്ലേ? വലിയേട്ടന്റെ ശബ്ദം കേൾക്കവേ അവളിൽ നടുക്കുമുയർന്നു. ഞാനും പറഞ്ഞ അപ്പൊ അമ്മയ്ക്കുവിനായിരുന്നല്ലോ വലിയ നിർബന്ധം അവള് പഠിച്ച് ജോലിയായിട്ട് മതിയെന്ന്. ഇപ്പൊ എന്തായി? രണ്ടാമത്തെ ഏട്ടനായ ദിനേശ് ഇളയവൻ ദക്ഷിണ ചൂണ്ടി പറയവേ അവൻ തലതാഴ്ത്തി നിന്നു. എന്റെ ഏട്ടാ, പ്രണയില ഇപ്പോഴത്തെ കുട്ടികൾ സ്വാഭാവിക. അതിലിത്ര കാര്യാക്കാൻ എന്താ? അവൾക്ക് ഇഷ്ടമാണ് ഇതങ്ങ് നടത്തി കൊടുക്കുക. അവളുടെ ജീവിതമല്ലേ? കുഞ്ഞേട്ടൻ പറയവേ ഇത്രയും നാൾ അവനിൽ നിന്നത് മറച്ചു വെച്ചതിൽ ആൾക്ക് വല്ലാത്ത കുറ്റബോധം തോന്നി. മിണ്ടരുത് നീ. ഇത്രയും താഴ്ന്ന കുടുംബത്തിലൊരുവൻ, അമ്മ പോലില്ലാത്തവൻ. ഞാൻ ഒരിക്കലും എന്റെ മോളെ കെട്ടിച്ചോടിക്കില്ല. അച്ഛൻ പറയവേ അവൾ പതിയെ വീട്ടിലേക്ക് കയറി. അവളുടെ കൈകാലുകൾ വല്ലാതെ ഇറക്കുന്നുണ്ടായിരുന്നെങ്കിലും അവൾ ആരെയും നോക്കാതെ പതിയെ അകത്ത് കയറി. ദച്ചു! അവളെ കണ്ട വലിയേട്ടൻ പാഞ്ഞെടുത്തു. അവളുടെ നേരെ ചാടി. അവൾ പേടിച്ച് അവിടെ തന്നെ നിന്നു. ആരാടി ഇവൻ? ആദ്യം ചോദിച്ച അവന്റെ കയ്യിലിരുന്ന ഫോൺ അവൾക്ക് നേരെ തിരിച്ചവും. അവളൊന്ന് ഞെട്ടി. ദേവന്റെ പിറകിൽ അവൻ ഇറുക്കിയപ്പോഴൊന്ന് അവൾ ബൈക്കിലിരിക്കുന്ന ഫോട്ടോ. ഇതാരാണ് അയച്ചു കൊടുത്തതെന്ന് ഒരു നിമിഷം ചിന്തിച്ചു. പിന്നെ പേടിയോടെ അവനെ നോക്കി. അത് ഏട്ടാ, ദേവേട്ടനാ. എനിക്ക് ദേവേട്ടനെ ഇഷ്ടമാ. അവൾ വിറച്ചുകൊണ്ട് പറയവേ അവന്റെ കൈകൾ അവിടെ കവിളിൽ പതിഞ്ഞിരുന്നു. അവൾ പേടിച്ച് അവനെ നോക്കി. തന്റെ അച്ഛനോ ഏട്ടന്മാരോ ഒരിക്കൽ പോലും തന്റെ ദേഹത്ത് കൈവച്ചിട്ടില്ല. ഇന്ന് ആദ്യമായി തന്നെ തല്ലിയിരിക്കുന്നു. അവൾ പേടിയോടെ അവനെ നോക്കി. ആസത്തെ, കുടുംബത്തിന്റെ മാനം കളഞ്ഞിലൂടി നീ എന്നും പറഞ്ഞ് അച്ഛൻ അവൾക്കടുത്തേക്ക് പാഞ്ഞു വന്നു. മര്യാദക്ക് നിർത്തിക്കന്റെ മോള്. ഇതൊന്നും നിന്റെ പഠിത്തവും മതി. ഇനി നിന്റെ പഠിത്തവും പ്രണയവും. അച്ഛൻ പറയവേ അവൾ ദയനീയമായി കൊച്ചേട്ടനെ നോക്കി. അവൻ അവൾക്കടുത്തേക്ക് ഒന്ന് അവൾ ചേർത്ത് പിടിച്ചു. അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവനെ നെഞ്ചിലേക്ക് വീണു. മതി, എല്ലാരും പറഞ്ഞു. അവളുടെ പഠിത്തം ഇവിടെ ആരും മുടക്കാൻ നേരിടണ്ട. അവളവനെ മറന്നോളൂ. കൊച്ചേട്ടനെ പറയവേ അവൾ ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി. എന്നാ അത് അവൾ നിന്റെ തലയിൽ വെച്ച് സത്യം ചെയ്യട്ടെ. ദിനേശ് പറയവേ അവളവനെ നോക്കി. വെച്ചു, സത്യം ചെയ്യും. ഏട്ടന്റെ തലയത്തോട് സത്യം ചെയ്യും എന്നും പറഞ്ഞ് അവനവിടെ കൈകളെടുത്ത് അവന്റെ തലയിൽ വെച്ചതും പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവളിൽ നിന്ന് തലയാട്ടി. അത് കണ്ടതും അവന്റെ കൈകൾ അവളിൽ നിന്ന് പിൻവലിഞ്ഞു. മോളെ, നീ? അവൻ പറഞ്ഞു. കണ്ടോ അഹങ്കാരം കണ്ടോ? അവൾക്ക് നമ്മളല്ല വലുത്, അവനാ എന്നും പറഞ്ഞ ദിനേശ് പാഞ്ഞു വന്ന് അവിടെ കവിളിൽ തല്ലി. അവരെല്ലാം മാറി മാറി തല്ലിയിട്ടും പറഞ്ഞിട്ടും അവൾ അതിൽ തന്നെ ഉറച്ചു നിന്നു. ഒടുക്കം അവളുടെ പഠിത്തം മുടക്കി എത്രയും വേഗം മറ്റൊരുവനെ കൊണ്ട് കെട്ടിക്കണമെന്നും അതുവരെ അവളെ മുറിയിൽ അടച്ചിട്ട് പച്ചവെള്ളം കൊടുക്കരുതെന്ന് കൽപ്പിച്ച് അച്ഛൻ പോയി. ആള് വലിച്ച് റൂമിലാക്കി വാതിലടച്ച് വലിയേട്ടനും. അവരെല്ലാം പോയതും ദക്ഷിത റൂമിന്റെ വാതിലിലേക്കും അമ്മയിലേക്കും നോക്കി. സാരിയുടെ തലപ്പ് വായിൽ വെച്ച് തേങ്ങിക്കരയുകയാണ് പാവം. ഒടുവിൽ തന്റെ വിധേന തന്റെ മകൾക്ക് എന്നതിൽ അവരുടെ മനം നൊന്തു. ദക്ഷിത അവരെ ചേർത്ത് നിർത്തി സമാധാനിപ്പിച്ചു. ശേഷം ആ വാതിലേക്ക് നോക്കി. എന്നാൽ ഇതൊന്നറിയാതെ അവൾക്ക് സർപ്രൈസായി. വാലന്റൈൻസ് ഡേക്ക് നൽകാൻ അവൾക്കായി ദേവാനന്ദൻ എഴുതിയ താലി വാങ്ങാൻ പോയിരിക്കുകയായിരുന്നു അനന്തു. അന്ന് എല്ലാവരും ഉറങ്ങിയിട്ടും ദക്ഷിത്തിന് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. തന്റെ കുഞ്ഞു പെങ്ങൾ ഓർമ്മ വെച്ച കാലം മുതൽ അവൾ ഒരിക്കലും തന്നോടൊന്നും മറച്ചു വെച്ചിട്ടില്ല. ഈ അടുത്ത് അവളിൽ വന്ന മാറ്റം ശ്രദ്ധിച്ചിരുന്നു. എങ്കിലും ഒരിക്കലും അത് ഇങ്ങനെയാവുമെന്ന് കരുതിയില്ല. ഇന്ന് മുറിയിൽ അടച്ചിട്ട് ഒരു തുള്ളി വെള്ളവും പോലില്ലാതെ തന്റെ കുട്ടി ഓർക്കവേ അവന്റെ നെഞ്ചു വിടഞ്ഞു. അവൻ എണീറ്റ് പതിയെ റൂമിലേക്ക് ചെന്നു. വാതിൽ തുറന്നാൻ കണ്ടു മുട്ടിൽ മുഖം പൂഴ്ത്തി പൊട്ടിക്കരയുന്നവളെ. വാതിലടയുന്ന ശബ്ദം കേട്ടതും അവൾ പതിയെ മുഖമുയർത്തി മുന്നിൽ നിൽക്കുന്നവനെ കണ്ടതും അവൾ പൊട്ടിക്കരഞ്ഞു. കൊച്ചേട്ട അവൾ വിളിച്ചതും അവന്റെ മിഴികളും നിറഞ്ഞു. കവിളിലെല്ലാം അടിയിട്ട് നീര് വന്നിരിക്കുന്നു. ചുണ്ടൽപ്പം പൊട്ടി ചോര വന്നിട്ടുണ്ട്. അവൻ അവളുടെ അടുത്തിയെന്ന് അവളെ നെഞ്ചോട് ചേർത്തു. എന്തിനാ മോളെ അച്ഛന്റെ ഏട്ടന്മാരുടെ സ്വഭാവം മോളതിന് പോയത്? അവൻ ചോദിക്കവേ അവൾ അവന്റെ നെഞ്ചിൽ വീണ് പൊട്ടിക്കരയാൻ തുടങ്ങി. മറന്നൂടെ മോളെ, എന്തിനാ എന്റെ കുഞ്ഞിങ്ങനെ? എനിക്ക് കഴിയില്ല ഏട്ടാ. എന്റെ ജീവനായിട്ട്, എന്റെ പ്രാണന് ദയവിട്ട് പാവായിട്ട ഞാനെന്ന് വെച്ച ജീവന എങ്ങനെ മറക്കേട്ടാ ഞാൻ എന്റെ പ്രാണന് എന്നും പറഞ്ഞ അവൾ പൊട്ടിക്കരഞ്ഞതും അവനവളെ ചേർത്ത് പിടിച്ചു. മോള് വിഷമിക്കണ്ട, വാ ഫുഡ് കഴിക്കാം.
എനിക്ക് വേണ്ട ഏട്ടാ, ഞാനിങ്ങനെ കിടന്ന് മരിച്ചോളാം. എന്നാലും മറ്റൊരാളുടെ താലിയിൽ വീഴാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്കതിന് കഴിയില്ല ഏട്ടാ. എന്താ മോളെ ഇത്? മോള് ഫുഡ് കഴിക്കുക, ആരെങ്കിലും ഇപ്പോൾ വരും. ഞാൻ അവനെ കണ്ട് സംസാരിച്ചോളാം. അവനോട് ഞാൻ പറയാം എടോന്ന് അച്ഛനെ കണ്ട് സംസാരിക്കാൻ. ഏട്ടനും പറഞ്ഞു നോക്കാം. എന്റെ കുഞ്ഞ് വിഷമിക്കണ്ട, വാ ഫുഡ് കഴിക്കാം എന്നും പറഞ്ഞ് ആദ്യം തന്നെ അവൾക്ക് ഫുഡും വാരിക്കൊടുത്ത് അവൾ ഉറക്കിയതിനു ശേഷമാണ് ആ റൂമിലേക്ക് പോയത്. പിറ്റേന്ന് കോളേജിലേക്ക് അവളെ കാണാതെ വന്നു. അനന്തുവിൽ ടെൻഷൻ നിറഞ്ഞു. പരസ്പരം പ്രണയം തുടങ്ങിയിട്ട് ഒരിക്കൽ പോലും അവൾ ക്ലാസ് കളയാറില്ല. ദിവസവും ക്ലാസ് എന്ന വ്യാജേന അവനെ കാണാൻ വരും. ഈ പെണ്ണിത് എവിടെ പോയി ദൈവമേ, ഇന്നലെ തൊട്ട് വിളിച്ചിട്ടും കിട്ടുന്നില്ലല്ലോ. അവന് ഓരോന്നോർത്ത് വാഗമര ചോട്ടിലിരിക്കവേ വിഷ്ണു അവന്റെ അടുത്തേക്ക് വന്നു. എന്തുപറ്റി? കാമുകനമൊത്ത് വല്ലാത്തൊരു നിരാശ. ഇന്ന് സഖിയെ കാണാത്തോണ്ടാണോ? ഒന്ന് പോടാ, അവനൊരു തമാശ. എടാവള് വല്ല കാരണം കൊണ്ടവൻ വരാത്ത്. പോയി പെണ്ണിനെ കാണാതെ വയ്യെന്നായോ? അതല്ലടാ, ഇന്നലെ തൊട്ട് ഞാൻ അവൾ വിളിക്കുന്ന, ഇതുവരെ കോൾ കണക്ട് ആയിട്ടില്ല. എനിക്കൊന്നും വല്ലാത്ത ടെൻഷൻ. അവന്റെ മനസ്സിൽ അവൾ ഇന്നലെ പറഞ്ഞ വാക്കുകൾ ഓർമ്മ വന്നു. അങ്ങനെ സംഭവിച്ചാൽ പിന്നെ ഒരിക്കലും ഞാൻ ഉണ്ടാവില്ല. അവന്റെ ഹൃദയം വല്ലാതെ മിടിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അവരുടെ മുന്നിലേക്ക് ഒരു ബൈക്ക് കൊണ്ടുവന്ന് നിർത്തിയത്. അതിൽ നിന്നിറങ്ങുന്ന ആളെ എവിടെയോ കണ്ട് നല്ല പരിചയം തോന്നി അനന്തുവിന്. ഹലോ, ഞാൻ ദക്ഷിത്, ദച്ചുവിന്റെ ബ്രദറാ. അതും പറഞ്ഞ് അവർക്കടുത്തേക്ക് അവൻ വന്നു. അവരുടെ മുഖത്ത് ആദ്യം നിറഞ്ഞു. അവന്റെ മനസ്സിൽ എന്തോ വല്ലാത്ത ഭയം നിറഞ്ഞു. അവൾക്ക് എന്തെങ്കിലും. ഞാൻ വന്ന് ദേവനെ കാണാനാ, അവൻ പറഞ്ഞു. ആനന്ദ അവനെ നോക്കി. നമുക്ക് ഒഴിഞ്ഞെവിടേക്ക് ഇരിക്കാലോ അല്ലേ? അവനത് ചോദിച്ചു. അവനെ കൂട്ടി ക്യാൻറ്റീനിലേക്ക് നടന്നു. ശേഷം 3 ചായ പറഞ്ഞു. ശേഷം അവിടെ ഇരിക്കേണ്ട കസേരയിൽ ദക്ഷിതിരുന്നു. അവന് ഓപ്പോസിറ്റായി വിഷ്ണു ആനന്ദു ഇരുന്നു. നീയും ദച്ചുവും തമ്മിലുള്ള ബന്ധം തന്നെ വീട്ടിലറിഞ്ഞു. ആകെ ബഹളായി. അവൻ പറഞ്ഞതും ആനന്ദു ഞെട്ടി അവനെ നോക്കി. അവന്റെ മനസ്സിൽ മുമ്പേ അവൾ പറഞ്ഞ വാക്കുകൾ ഓർമ്മ വന്നു. നമ്മുടെ കാര്യം വീട്ടിലറിഞ്ഞ എന്റെ പഠിപ്പ് മുടക്കും, ചിലപ്പോൾ എന്നെ കെട്ടിക്കും. എനിക്ക് പേടിയാ ദേവേട്ട. അല്ലെങ്കിൽ കൊച്ചേട്ടൻ്റെ അമ്മയുടെ നിർബന്ധത്തിൽ ഞാൻ പഠിക്കുന്നത്. ആ തറവാട്ടിൽ പെൺകുട്ടികൾ പഠിക്കാൻ പോകുന്നത് ഇഷ്ടമല്ല. അച്ഛനാണേലും ഏട്ടന്മാരാണേലും ജാതിയോ അന്തസ്സ് നോക്കി കെട്ടിക്കും. ദേവേണ്ണ നഷ്ടമായി ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല കേട്ടോ. അവന്റെ ഉള്ളിൽ ഒരു കൊള്ളിയാൻ മിന്നി. അവൻ ദക്ഷിണെ കേട്ടിരുന്നു. ഇന്നലെ തൊട്ട് ദശുവിനെ റൂമിൽ അടച്ചിട്ടിരിക്കുക. വേറെ വല്ല ആലോചനയെ നോക്കി അവളെ വിവാഹം ചെയ്യിക്കാനാ ഏട്ടന്മാരുടെ അച്ഛൻ്റെ പ്ലാൻ. ബട്ട് എനിക്കിഷ്ടമല്ല. എന്റെ കുട്ടിക്ക് നിന്നെയാ ഇഷ്ടം. സോ നിനക്ക് അവളെ നൽകാൻ ഞാൻ തയ്യാറാണ്. നീ വീട്ടിൽ വന്ന് സംസാരിക്കണം, ഞാനും സപ്പോർട്ട് ചെയ്യാം. ബാക്കി നമുക്ക് പിന്നീട് നോക്കാം. നീ വരില്ലല്ലേ? എന്റെ കുഞ്ഞിന്റെ കരയുന്ന മുഖം മാത്രം മനസ്സിൽ. ആള് വേദനിപ്പിക്കാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ടാ ഞാൻ വന്ന് നിന്നോട് ഇതൊക്കെ പറഞ്ഞു. ഞാനെപ്പോഴാ വരണ്ടേ? എല്ലാം കേട്ടും ദേവൻ ചോദിച്ചു. ദക്ഷിത അവനെ നോക്കി. ആ കണ്ണുകൾ കലങ്ങിയിരിക്കുന്നത് അവൻ അവളോടുള്ള പ്രണയം വിളിച്ചു പറഞ്ഞു. തന്റെ പെങ്ങൾ നല്ലൊരുവിനെയാണ് സ്നേഹിച്ചെന്ന് അവന് മനസ്സിലായി. എത്രയും പെട്ടെന്ന് അവൻ പറഞ്ഞതും. എന്നാൽ ഇന്ന് വൈകിട്ട് കൃത്യം 4 മണിക്ക് ഞാൻ അവിടെ എത്തിയിരിക്കും. അതും പറഞ്ഞ് അവൻ അവിടെ നിന്ന് എണീറ്റു. അവനായി കൊണ്ടുവന്ന ചായ അവിടെ ഇരുന്ന് തണുക്കുന്നുണ്ടായിരുന്നു. വൈകിട്ട് 4 മണിയായതും ദേവന്റെ ബൈക്ക് ആ വീടിന് മുമ്പിൽ വന്നു നിന്നു. കൂടെ വിഷ്ണു ഉണ്ടായിരുന്നു. അവന്റെ ഹൃദയം വല്ലാതെ മിടിക്കുന്നുണ്ടായിരുന്നു. തന്റെ പെണ്ണി വലിയ വീട്ടിലെ ഒരു മുറിക്കുള്ളിൽ തന്നെ ഓർത്ത് അവന്റെ ഹൃദയം നേറി. അവൻ പതിയെ കോളിംഗ് ബെല്ലിൽ അമർത്തി. വാതിൽ തുറന്ന് അവളുടെ അമ്മയായിരുന്നു. കൂടെ ദക്ഷിതമുണ്ടായിരുന്നു. അവരെ കണ്ടതും അവനൊന്ന് പുഞ്ചിരിച്ച് കയറിയിരിക്കാനായി പറഞ്ഞു. അവൻ കയറി ഹാളിൽ ഇരുന്നു. ഇത്രയും വലിയ വീട്ടിലെ കുട്ടിയായിരുന്നു അവള്. എന്നിട്ടാണോ ഒന്നുമില്ലാത്ത എന്നെ അവള് സ്നേഹിച്ച്? അവൻ അവളോട് വല്ലാത്ത സ്നേഹം തോന്നി. ഒന്ന് കാണാൻ മനസ്സ് വല്ലാതെ കൊതിച്ചു. ആരാ? വന്ന് ദേവനാണെന്ന് അറിഞ്ഞിട്ടും അറിയാത്ത പോലെയുള്ള അവളുടെ അച്ഛന്റെ ശബ്ദം കേട്ടാണ് അവൻ മിഴികൾ ഉയർത്തി നോക്കിയത്. അയാളെ കണ്ടത് അവൻ എഴുന്നേറ്റു. ഞാൻ ദേവാനന്ദ്. എന്നെ സ്നേഹിച്ചതിന്റെ പേരിലാണ് നിങ്ങൾ ദച്ചുവിനോട് പിടിച്ചു വെച്ചിരിക്കുന്നത്. ഒട്ടും മടിക്കാതെ യാതൊരു പേടിയുമില്ലാതെ പറഞ്ഞു. എന്തിനാ ഈ വീട്ടിലേക്ക് വന്ന്? അയാൾ ദേഷ്യത്തോടെ ചോദിച്ചു. അച്ഛാ, അവൻ ദച്ചുവിനെ കാണാൻ വന്ന അവളെ അവന് കൊടുത്തൂടെ അച്ഛാ? ഇടയിൽ കയറി ദക്ഷിത് പറഞ്ഞു. അവന്റെ കവിളിൽ അയാളുടെ കൈ പതിഞ്ഞിരുന്നു. എന്റെ മോളെ ഈ താഴ്ന്ന ജാതി ജനിച്ചവന് ഞാൻ കൊടുക്കാനോ? അതിലും നല്ല ഞാൻ അവളെ കൊല്ലുന്ന അയാൾ പറഞ്ഞു. ദേവൻ എണീറ്റു. നിങ്ങൾ തന്നാലും ഇല്ലെങ്കിലും എന്റെ പെണ്ണിനെ ഞാൻ കൊണ്ടുപോകും. ദേവൻ വല്ലാത്ത ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞതും. ആഹാ, എങ്കിലതൊന്ന് കാണണല്ലോ എന്ന് പറഞ്ഞ് ദിനേഷും വലിയേട്ടൻ അവിടേക്ക് വന്നു. കാണാം എന്ന് പറഞ്ഞ് ദേവൻ ദക്ഷിണെ നോക്കിയതും ആൾ കിടക്കുന്ന റൂമിലേക്ക് അവൻ കണ്ണു കാണിച്ചു. മുന്നും പിന്നും നോക്കാതെ അവൻ വേഗം ആ റൂമിലേക്ക് പാഞ്ഞു. അവനെ തടയാൻ നോക്കിയതും. ഐഷ്, അടങ്ങി ചേട്ടന്മാരെ, അവന്റെ പെണ്ണിനെ അവനൊന്ന് കണ്ടോട്ടെ എന്ന് പറഞ്ഞ് വിഷ്ണു അവരെ തടഞ്ഞു. അവർ അവന് നേരെ കയ്യോങ്ങിയതും അവൻ ആ കൈനെ ബലമായി പിടിച്ചു വെച്ചു. ഇതെല്ലാം കണ്ട് ദേഷ്യം അടക്കി നിന്ന അവരുടെ അച്ഛൻ. ദേവൻ ചെന്ന് വാതിൽ തുറന്ന് നിലത്ത് തളർന്നെടുക്കുന്ന ദച്ചുവിനെ കണ്ട് അവന്റെ ഹൃദയം പിടഞ്ഞു. അവൻ വേഗം ചെന്ന് അവളെ കോരിയെടുത്തു. ദച്ചു മോളെ, ദച്ചു ആ കണ്ണൂർക്ക്. അവന്റെ ശബ്ദം കേട്ടതും അവൾ പതിയെ കണ്ണുകൾ വലിച്ചു തുറന്നു. പെണ്ണാകെ കോലം കെട്ടിയിട്ടുണ്ട്. ഒരു ദിവസം കൊണ്ട് അവൾ വല്ലാതെ മെലിഞ്ഞ പോലെ.
ഇന്നലെ കോളേജിലേക്ക് ഇട്ടിരുന്ന വസ്ത്രം തന്നെയാണ് വേഷം. ഇന്നലെ മുതൽ അവൾ ഈ കിടത്തമാണെന്ന് ഓർത്തും അവന്റെ നെഞ്ചു വിങ്ങി. അവളുടെ മുഖത്തെ വിരലടയാളങ്ങൾ അവന്റെ ഹൃദയത്തെ കീറി മുറിച്ചു. അവൻ അവളെ നെഞ്ചോട് ചേർത്തു. മോളെ ദേവേട്ട, എന്നെ ഞാൻ എന്നും പറഞ്ഞൊരു കരച്ചിലോട് അവൾ അവന്റെ നെഞ്ചിലേക്ക് ചേർന്നു. അവൻ അവളെ ചേർത്ത് പിടിച്ചു. വാ മോളെ, വാ പോവാ. ഇനി എന്റെ കുഞ്ഞിവിടെ വേണ്ട, വാ പോവാ. വേണ്ട ദേവേട്ട, ഞാൻ വന്ന അച്ഛനെ എല്ലാവരുടെയും മുമ്പിലും നാണം കേടും. അച്ഛൻ സമ്മതിക്കുന്നവരെ ഞാൻ പിടിച്ചിരുന്നോളാം. ഏട്ടൻ പോയിക്കോ, ഞാൻ വരുന്നില്ല. അവൾ പറയവേ അവൻ വല്ലാത്ത വേദനയോടെ അവളെ നോക്കി. അപ്പോഴേക്കും അവരെല്ലാവരും റൂമിലേക്ക് വന്നിരുന്നു. അവനെ നോക്കി വലിയേട്ടൻ ചീറിയതും. ഇനി ആരെങ്കിലും എന്നെയോ എന്റെ പെണ്ണിനെയോ തൊട്ടാ അവൻ അവർക്ക് നേരെ തിരിഞ്ഞതും ആ ഒരു ദേഷ്യത്തിൽ അവർക്ക് നേരെ തിരിഞ്ഞു. ഈ നിമിഷങ്ങൾ ഇവിടുന്ന് ഇറക്കിക്കൊണ്ടുപോകാൻ എനിക്ക് അറിയാനിട്ടല്ല. ഈ കാലം വരെ നിങ്ങൾ അവളെ വളർത്തിയിട്ട് നിങ്ങൾക്ക് തന്നെ നാണക്കേടുണ്ടാക്കണമെന്ന് കരുതിയിട്ടാ. അത് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന ബഹുമാനായി കണ്ടാൽ മതി. കാരണം നിങ്ങൾ എന്റെ പെണ്ണിന്റെ അച്ഛനായതുകൊണ്ട്. അതും പറഞ്ഞ് ഇവളെ മറ്റൊരാൾക്ക് നൽകാൻ ഞാൻ സമ്മതിക്കില്ല, ഓർത്തോ. അതും പറഞ്ഞ് അവൻ അവൾക്ക് നേരെ തിരിഞ്ഞു. ഞാൻ പോയിട്ട് വരാം, എന്റെ കുട്ടി പേടിക്കണ്ട കേട്ടോ. അതും പറഞ്ഞ് അവൻ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. അവൾ മിഴികൾ അടച്ചു. അവളുടെ മിഴികൾ നിറഞ്ഞുകൊണ്ടിരുന്നു. അവൻ ആ മിഴികൾ തുടച്ച് അവളുടെ കവിളിൽ തട്ടി. പോട്ടെ, വരാട്ടോ. അതും പറഞ്ഞ് അവൻ നടന്നു നീങ്ങവേ അവളുടെ മിഴികൾ അനുസരണയില്ലാതെ നിറഞ്ഞുകൊണ്ടിരുന്നു. അവൻ കൺമുമ്പിൽ നിന്ന് മായുന്നവരെ അവൾ അവനെ നോക്കി നിന്നു. അവസാനമായി പിറ്റേ ദിവസം വീട്ടിൽ വന്നുറങ്ങിയായിരുന്നു അവനെ വീട്ടിൽ വന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു. അവന്റെ അച്ഛന്റെ കാല് പിടിച്ച് പറഞ്ഞിട്ടും അവരവനെ കൊണ്ടുപോയി. വീട്ടിൽ അതിക്രമിച്ച് കയറി എന്ന് പറഞ്ഞ് അവന്റെ പേരിൽ കേസ് കൊടുത്ത് അവരവനെ അകത്താക്കി. മോളറിഞ്ഞോ? മോളുടെ ആ കാമുകനെ പോലീസ് കൊണ്ടുപോയി. രാത്രി റൂമിൽ നിന്ന് പുറത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്നു. അവിടെ അടുത്തേക്ക് വന്ന് ദിനേശ് ചോദിച്ചു. പുറകെ തന്നെ അച്ഛനും വലിയേട്ടനും ഉണ്ടായിരുന്നു. അവൾ ഞെട്ടിച്ചാടി എണീറ്റു. എന്താ ഏട്ടൻ പറഞ്ഞേ? അതേടി മോളെ, നിന്നെ മറ്റേനൂടെ ഒന്ന് കുറെ സീനുണ്ടാക്കിയില്ലേ? ഞങ്ങളെല്ലാം കണ്ട് ഉണ്ണാക്കന്മാരായിട്ട് നോക്കി നിൽക്കുന്ന കരുതിയോ? തെളിവ് വേണ്ടേ മോളെ? ഇനി അവൻ പുറലോകം കാണില്ല. അവനെ ഞങ്ങൾ ചേർന്ന് അങ്ങ് പൂട്ടി. ആർ പറയവേ ആൾ പൊട്ടിക്കരഞ്ഞ അച്ഛന്റെ കാലിലേക്ക് വീണു. വേണ്ട അച്ഛ, എന്നെ ദേവേട്ടനെ വെറുതെ ഇട്ടേക്ക്. നിങ്ങൾ പറയുന്ന എന്ത് ഞാൻ സമ്മതിച്ചോളാം. പ്ലീസ്, എന്റെ ദേവേട്ടന് മാത്രം ഒന്ന് ചെയ്യലേ അച്ഛ. ശബ്ദമിടറുന്നുണ്ടെങ്കിലും പരമാവധി അവൾ പറഞ്ഞൊപ്പിച്ചു. എന്നാ മോൾ അവനെ മറന്നേക്ക്. ശേഷം ഞങ്ങൾ പറയുന്നവനെ കെട്ടി സുഖമായി ജീവിച്ചോ. ആർ പറയവേ ആളുടെ മിഴികൾ നിറഞ്ഞുളുമ്പി. ഞാൻ സമ്മതിച്ചോളാം, എന്നെ ദേവേട്ടനെ വെറുതെ ഇട്ടേക്ക്. അങ്ങനെ വഴിക്കുവാ മോളെ. ഇതെന്റെ മോൾ ആദ്യം അങ്ങ് അനുസരിച്ചിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം വല്ലതും ഉണ്ടാവുമായിരുന്നോ? വലിയേട്ടൻ ആദ്യം ചോദിച്ച് അവളുടെ അടുത്തേക്ക് വന്നു. വാതിൽക്കുന്ന കൊച്ചേട്ടൻ അവളെ നോക്കി. അവന്റെ ഉള്ള വല്ലാതെ വേദനിച്ചു. 2 ദിവസം കൊണ്ട് അവൾ ആകെ മെലിഞ്ഞു പോയിരിക്കുന്നു. കണ്ണുകളിൽ കറുപ്പ് വളർന്നു. പാറി പറക്കുന്ന മുടിയഴകൾ അവന്റെ ഉള്ളിൽ വേദന നിറച്ചു. ഇതെല്ലാം കണ്ടിട്ടും ഒന്നും ചെയ്യാനാവാതെ നിസ്സഹായനായി നിൽക്കേണ്ടി വന്നല്ലോ. എന്നാ നാളെ നിന്നെ ഒരു കൂട്ടര് കാണാൻ വരും. നല്ല കുട്ടിയായിട്ട് അവിടെ മുമ്പിൽ നിൽക്കണം, കേട്ടല്ലോ. അദ്ദേഹം പറയവേ അവൾ യാന്ത്രികമായി തലയാട്ടി. ആർ പതിയെ പുറത്തേക്ക് ഇറങ്ങിയത് അവൾ വിളിച്ചു പറഞ്ഞു. ഞാൻ നാളെ അവരുടെ മുമ്പിൽ നിൽക്കണമെങ്കിൽ ഇന്ന് തന്നെ ദേവേട്ടൻ പുറത്തുകൂടെ അച്ഛൻ പറയണം. ശരി, പക്ഷേ നീ ഇനി അവനായിട്ടൊരു ബന്ധം ഉണ്ടാവരുത്, അറിയാലോ എന്നെ. അയാൾ പറഞ്ഞതും അവൾ പതിയെ തലയാട്ടി കട്ടിലേക്കിരുന്നു. കണ്ണുകൾ അപ്പോഴും നിർത്താതെ പെയ്തുകൊണ്ടിരുന്നു. അവളത് പറഞ്ഞു. അയാൾ ദിനേശിനെ നോക്കി. അവൻ കേസ് പിൻവലിക്കാൻ വിളിച്ചു പറഞ്ഞു. അവർ പോയതും ദക്ഷിത അവളുടെ അടുക്കിലേക്ക് ചെന്നു. എല്ലാം നഷ്ടമായവളെ പോലെ അവൾ അവന്റെ തോളിലേക്ക് ചാഞ്ഞു. ഞാനൊരു പെണ്ണായി ജനിക്കേണ്ടിയിരുന്നില്ല അല്ലേ ഏട്ടാ? അവൾ ചോദിച്ചു. അവൻ അവളെ നോക്കി. വലിയേട്ടനും ദിനേശേട്ടനെല്ലാം ഇതുപോലെ പ്രണയിച്ചല്ലേ ഏട്ടാ കിട്ടി. അന്നൊന്നുമില്ലാത്ത പ്രശ്നം എന്റെ കാര്യത്തില്. ഞാനവന്റെ ജാതിയല്ലേ ഏട്ടാ സ്നേഹിച്ച്, എന്റെ ദേവേട്ടനല്ലേ. എന്താ ഇവർക്കാർക്കൊന്നും മനസ്സിലാവാത്ത? അതും പറഞ്ഞവൾ അവനെ നെഞ്ചിലേക്ക് വീണു. ഒരു താങ്ങിനെന്ന പോൽ. രാത്രി എപ്പോഴും അവനെ നെഞ്ചിൽ കിടന്ന് അവൾ ഉറങ്ങിയതും ദക്ഷിത് പതിയെ റൂം അടച്ചവന്റെ മുറിയിലേക്ക് പോയി. അവൻ പോയതും അവൾ പതിയെ മിഴികൾ തുറന്നു. പതിയെ എഴുന്നേറ്റ് അലമാരിൽ നിന്ന് എടുത്തു വെച്ച കത്തി അവൾ പതിയെ പുറത്തെടുത്തു. ശേഷം ഒരു പേപ്പർ എടുത്ത് അതിൽ എഴുതി. എൻ്റെ പ്രിയപ്പെട്ട ദേവേട്ടന്, നമ്മൾ ആദ്യം തുടങ്ങിയത് ഇതുപോലൊരു കത്തിൽ നിന്നായിരുന്നു. അതുപോലെ തന്നെ അവസാനിക്കാനാവും വിധി. എന്നോട് ക്ഷമിക്കണേ ദേവേട്ട. ദേവേട്ടൻ മനസ്സിൽ വെച്ച് മറ്റൊരാളുടെ മുമ്പിൽ നിൽക്കാൻ എനിക്ക് കഴിയില്ല. ഞാനും ദേവേട്ടനും സ്വപ്നം കണ്ട പോലെ ജീവിതം ഞാനും വല്ലാതെ കൊതിച്ചിരുന്ന ഏട്ടാ. എന്നിൽ ജനിക്കുന്ന ദേവേട്ടൻ്റെ കുഞ്ഞുങ്ങൾ. ആളുടെ മിഴികൾ നിറഞ്ഞു തുളുമ്പി. ആളുടെ കണ്ണുനീർ വീണ ആ പേപ്പർ നനയുന്നുണ്ടായിരുന്നു. എൻ്റെ ദേവേട്ടൻ്റെ കൂടെ ജീവിക്കാൻ ഏട്ടൻ്റെ താലി എല്ലാവരും പാഴ്മോഹമായിരുന്നു ദേവേട്ട. എന്നോട് ക്ഷമിക്കണ ദേവേട്ട. അന്ന് ദേവേട്ടൻ വിളിച്ചപ്പോൾ കൂടെ വരാൻ എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല ദേവേട്ട. അച്ഛനൊരിക്കൽ എല്ലാം മറന്ന് ആ കൈകൾ എന്നെ വെച്ചിരുന്ന് ഞാൻ വെറുതെ കൊതിച്ചു. കൊച്ചേട്ടനും അമ്മ എന്നോട് ക്ഷമിക്കണേ. എൻ്റെ ദേവേട്ടനെ മറന്ന് മറ്റൊരാളെ സ്നേഹിക്കാൻ എനിക്ക്
കഴിയാത്തോണ്ടാ ഞാൻ കാരണം ദേവേണ്ണോ അച്ഛനോ ഒരു ബുദ്ധിമുട്ടില്ല ഞാൻ പോകുന്നല്ല. ഇന്നെന്റെ ഏട്ടൻ ജയിലിൽ കിടന്നു. ഇനി എനിക്ക് വേണ്ടി എന്ത് സഹിക്കുക പാവും. അവരും നല്ല ഞാൻ പോകുന്ന അവസാനമായിട്ട് ഞാൻ മാപ്പി ചോദിക്കുക. എന്നോട് ക്ഷമിക്കണേ ദേവേട്ട. അമ്മേ, ആ ഒരു 11 മണിയാകുമ്പോഴേക്കും എത്തും. അപ്പോഴേക്കും അവൾ വിളിച്ച് ഉണർത്തി ഫുഡ് കൊടുക്കുക. ആകും പറഞ്ഞ സാധനങ്ങൾ വാങ്ങാനായി ദിനേശ് പുറത്തേക്ക് പോയതും ഒന്ന് നെടിയുറപ്പിട്ട് വേദനയോടെ അമ്മ പതിയെ ആ റൂമിന്റെ വാതിൽ തുറന്നു. കാട്ടിലെ ഒരു ഭാഗം ചെരിഞ്ഞു കിടന്നുറങ്ങിയായിരുന്നു അവൾ. ആർ പതിയെ അടുത്തിയെന്ന് വിളിച്ചു അവരുടെ ഹൃദയം നിലച്ചു. കട്ടിൽ നിന്നൊരറ്റത്തായി നീട്ടിവെച്ച കയ്യിൽ കത്തി കൊണ്ട് വരഞ്ഞ് മുറിപ്പെടുത്തിയിരുന്നു. ചോര നിർത്താതെ ഒഴുകി നിലമാകെ നിറഞ്ഞിരുന്നു. മോളെ! അവരിൽ നിലവിളി വരുന്നു. ദക്ഷിതും അച്ഛനുമെല്ലാം ഓടി വന്നു. കട്ടിലിൽ ചലനമറ്റ് കിടക്കുന്നവളെ കാണി ദക്ഷിതിന്റെ ഹൃദയം നിലച്ചു. അവൻ അവളെയും കൈകൾ കോരി ഓടിയകന്നു. ദേവാ, എടാ ദേവാ, എണീറ്റേ! ഇന്നലെ രാത്രി സ്റ്റേഷനിൽ നിന്ന് വന്ന് ക്ഷീണം കൊണ്ട് മയങ്ങിപ്പോയതായിരുന്നു ദേവൻ. ആ ഒരു പറഞ്ഞുകൊണ്ട് നന്നായി തന്നെ പോലീസുകാർ അവനെ പെരുമാറിയിരുന്നു. അതുകൊണ്ട് അവൻ വല്ലാതെ തളർന്നിരുന്നു. വിഷ്ണു വന്ന് വിളിക്കുമ്പോഴാണ് അവൻ ഉണരുന്നത്. ആ, നീ വന്നോടാ, മേലാകൊരു വേദന. ഇന്നലെ അവിടെ വീട്ടുകാരെന്ന പണിയാ, അതുകൊണ്ട് ഞാൻ അവളെ വിട്ടുപോകുന്ന അവര് കരുതിയത്. അങ്ങനെയൊന്നും എന്റെ പെണ്ണിനെ എന്നിൽ നിന്ന് അകറ്റാൻ പറ്റില്ലെന്ന് അവർക്ക് അറിയില്ലല്ലോ. അവൻ ഓരോന്ന് പറയവേ വിഷ്ണുവിന്റെ മിഴികൾ നിറഞ്ഞു. ഡാ, നീ ഒന്ന് വേറെ റെഡിയാവും. നിന്നെ കൂട്ടി അവിടേക്ക് ചെല്ലാൻ പറഞ്ഞിരിക്കുക ദക്ഷിത്. എന്നെയോ? അവര് ഇത്ര പെട്ടെന്ന് നന്നായോ? എന്നാ വേഗം റെഡി ആവട്ടെ. അതും പറഞ്ഞ് അവൻ വേഗം റെഡിയായി വന്നു. അവനെ കൂട്ടി ആ വീണ്ടും എത്തുമ്പോൾ എന്തുകൊണ്ടോ വിഷ്ണുവിന്റെ ഹൃദയം നൊന്തു. തന്റെ പെണ്ണിനെ കാണാൻ വന്ന അവന് മുമ്പിൽ ചലനമറ്റവളുടെ ശരീരം കാണുന്ന അവസ്ഥ. അവന്റെ ഹൃദയം വിങ്ങി. ആളുകൾ തിങ്ങി നിറഞ്ഞ ആ വീട്ടിലേക്ക് നടക്കവേ അവന്റെ കാലുകൾ എന്തോ വല്ലാതെ വിറക്കുന്നുണ്ടായിരുന്നു. വിറക്കുന്ന കാലടിയുടെ അകത്തേക്ക് കയറിയതും അവൻ കണ്ടു. കോളേജിലെ കുട്ടികളും അവളുടെ വീട്ടുകാരും നാട്ടുകാരും എല്ലാവർക്കും നടുവിൽ ഒരു മാലാഖയെ പോലെ വെള്ള പുതച്ച ചലനമില്ലാത്ത അവൾ. അരികിൽ അവളുടെ അമ്മയും കുടുംബക്കാരും വാവിട്ട് കരയുകയായിരുന്നു. ദക്ഷിത ഒരു ചലനവുമില്ലാതെ അവളെ നോക്കി നിൽക്കുകയായിരുന്നു. ഈ 2 ദിവസം അവൾ അനുഭവിച്ച വേദന. തലേന്ന് രാത്രി തന്നെ നെഞ്ചിൽ ചേർന്ന് കിടന്ന തന്റെ പെങ്ങൾ അവന്റെ മിഴികൾ നിറഞ്ഞു. പിന്നെ അവനെ കണ്ടതും അവളുടെ റൂമിൽ നിന്ന് കിട്ടിയ കത്ത് അവനെ ഏൽപ്പിച്ചു. ആ കത്ത് തുറന്ന് വായിക്കവേ അവന്റെ ഹൃദയം വിങ്ങി. ഒരലറിക്കരച്ചിലോടെ പൊടുന്നതിന് അവൻ അവളിലേക്ക് പായാൻ ഒരുങ്ങിയതും ദിനേശ് അവനെ വന്ന് തടഞ്ഞു. എന്നാൽ ഇത്തവണ അവന്റെ എല്ലാ അതിരുകളും പൊട്ടിച്ച് അവന്റെ കോളിൽ പിടിച്ച് ഉമരോട് ചേർത്ത് ആഞ്ഞു തല്ലി ദേവൻ. മതിയായില്ലടാ പട്ടികളെ നിങ്ങൾക്ക്! നിങ്ങൾ കാരണം ജീവനറ്റ് കിടക്കുന്ന എന്റെ പ്രാണനാടാ. ഒരുപാട് തവണ ചോദിച്ചില്ലടാ ഞാൻ. എനിക്ക് അവളെ തരാൻ പൊന്നുപോലെ നോക്കില്ലായിരുന്നോടാ. അവന്റെ വാക്കുകൾ കേൾക്കെ അവിടെ ഉണ്ടായിരുന്നവരുടെ മിഴികൾ നിറഞ്ഞു. ഒരു കൊച്ചു കുഞ്ഞിനെ എന്ന പോലെ അവൻ കരഞ്ഞു പറഞ്ഞുകൊണ്ടിരുന്നു. വിഷ്ണു തടയാൻ നോക്കിയെങ്കിലും കഴിഞ്ഞില്ല. അവൻ പറഞ്ഞുകൊണ്ടിരുന്നു, ഞാൻ നിന്നോടൊക്കെ ചോദിച്ചില്ലടാ പൊന്നുപോലെ നോക്കാൻ. അപ്പൊ നിങ്ങൾക്ക് ജാതി കണ്ടോടാ. നിന്നിൽ നിന്ന് വരുന്ന എന്നിൽ നിന്ന് വരുന്ന ഒരേ കളർന്ന രക്തം തന്നെയാടാ. നിന്റെയൊക്കെ ജാതി കൊതി കൊണ്ട് എറിഞ്ഞു തീർന്ന എന്റെ ജീവനാടാ. അവന്റെ മുഖത്തെ രക്തം കൈകൊണ്ടെടുത്ത് അവൻ പറഞ്ഞു, ഇനി എന്നെ തടഞ്ഞാ. അവസാനമായി പറഞ്ഞു അവൻ അവരുടെ അച്ഛനെയും വലിയേട്ടനെയും നോക്കി. അവന് നോട്ടം താങ്ങാനാവാതെ അവർ തല താഴ്ത്തി. അവൻ മിഴികൾ തുടച്ച് അവളുടെ അടുക്കിലേക്ക് ചെന്നു. കാലുകൾ വിറക്കുമ്പോഴും ഒരാശ്രയം എന്ന പോൽ അവൻ അവളിലേക്ക് ചാഞ്ഞു. മോളെ തെച്ചു, നീ നോക്കി, നിന്റെ ദേവേട്ടം വന്നിടി. എന്നെ ഒന്ന് നോക്കിടി മോള്. അവൻ അവളുടെ കവളിൽ കൈ ചേർത്ത് പതിയെ വിളിച്ചു. അവന്റെ മിഴികൾ നിറഞ്ഞു തുളുമ്പി. എന്നെ വിട്ട് എന്തിനാ മോളെ നീ? ഇനി എനിക്ക് ആരാ മോളെ? ഞാൻ പറഞ്ഞതല്ലേ എന്നെ തനിച്ചാക്കി പോരുന്നത്. മോളെ തെച്ചു, ദേ നോക്കി, നിന്റെ ദേവേട്ടം വന്നിടി. എന്നെ ഒന്ന് നോക്കിടി മോളെ. അവൻ അവിടെ കവളിൽ കൈ ചേർന്ന് പതിയെ വിളിച്ചു. അവന്റെ മിഴികൾ നിറഞ്ഞു തുളുമ്പി. എന്നെ വിട്ട് എന്തിനാ മോളെ നീ? ഇനി എനിക്ക് ആരാ മോളെ? ഞാൻ പറഞ്ഞതല്ലേ വേണ്ട. എന്റെ കൂടെ ഇറങ്ങി വരാൻ പൊന്നുപോലെ ഞാൻ നോക്കാൻ. എന്നിട്ട് നീ എന്നെ തനിച്ചാക്കി പോയല്ലോ മോളെ. ആദ്യം പറഞ്ഞ അവൻ അലറിക്കരഞ്ഞതും വിഷ്ണു വന്ന് അവനെ തടഞ്ഞു. അവനെ തട്ടി മാറ്റിക്കൊണ്ട് അവൻ പറഞ്ഞു, വീണ എന്റെ പെണ്ണായിവള്, എന്റെ താലി മാത്രം കൊതിച്ച് ജീവിച്ച എന്റെ പെണ്ണ് മോളെ. നിനക്കായി നീ പറഞ്ഞ താലിയെ കൊണ്ടുവന്നിട്ടുണ്ടോ? പോക്കറ്റിൽ നിന്ന് ആ മഞ്ഞ നൂലിൽ കോർത്ത താലി അവൻ പുറത്തെടുക്കവേ കണ്ടുനിന്നവരുടെ മിഴികൾ നിറഞ്ഞ് കാഴ്ചയെ മറച്ചു. ദാ ദശുപെണ്ണ്, നോക്കടാ, നീയല്ലേ ചോദിക്കാറുള്ളത് നിനക്കുള്ള താലി. എന്നിട്ടിപ്പോ ഞാൻ താലി കൊണ്ടുവന്നപ്പോ നീ എന്നെ നോക്കുന്ന കൂടിയില്ലല്ലോടാ. ഒന്ന് നോക്കടി.
അവൻ ഓരോന്നും പറഞ്ഞ് ഒരു കൊച്ചുകുട്ടിയെ പോലെ കരയവേ കണ്ടുനിന്ന് അവിടെ അച്ഛൻ്റെയും വീട്ടുകാരുടെയും തലകൾ താഴ്ന്നു. ഞാൻ എൻ്റെ പെണ്ണിന് കെട്ടാൻ പോവാ. ഒരു ഭ്രാന്തനെ പോലെ അവൻ പുലമ്പി. ശേഷം അവൻ ദേവനിൽ നിന്ന് കുത്തിയ ആ താലി അവളിലേക്ക് ചേർത്തു. അത് കണ്ട് തടയാമെന്നവരെ നോക്കി അവൻ ആക്രോശിച്ചു. എന്നെ ആരെങ്കിലും തടയാമെന്നാ? ഇനി എനിക്കാരെയും പേടിയില്ല, ജീവിക്കാനും കൊതിയില്ല. എന്റെ ജീവനായി കിടക്കുന്നത് അവളും മരിക്കോളം ആഗ്രഹിച്ച എന്റെ ഈ താലിയ. അതാരെതിർത്താലും ഞാൻ ചാർത്തിയിരിക്കും, ആര് തടഞ്ഞാലും. ഒരു ഭ്രാന്തമായ ഭാവത്തോടെ പറഞ്ഞ് അവൻ ആ താലി അവളുടെ കഴുത്തിലേക്ക് ചാർത്തി. അവന്റെ കയ്യിൽ നിന്ന് ഒഴുകുന്ന രക്തത്തിൽ നിന്നും ഒരു തുള്ളി കൊണ്ട് അവളുടെ നെറ്റിയിൽ സിന്ദൂരമായി ചാർത്തി. കണ്ണു നിന്നവരെല്ലാം കണ്ണുനീരടക്കാൻ പാടുപെട്ടു. ശേഷം അവൻ എണീറ്റു. അവളുടെ അച്ഛന്റെ മുന്നിലേക്ക് ചെന്നു. കണ്ടോ, നിങ്ങളുടെ ജാതി മഹിമയോ അന്തോസോ ഒന്നും അറിയാത്ത പാവം മരുമോനാ ആ കിടക്കുന്ന ഇപ്പൊ എന്റെ ഭാര്യയും. നന്ദിയുണ്ട് എനിക്കായി അവളിങ്ങനെ കാത്തുവെച്ചതിന്. അത് പറയുമ്പോൾ അവന്റെ ശബ്ദമിടറി. നിങ്ങളെന്തിനാ കരയുന്നത്? ഇപ്പോഴല്ല അവൾ മരിച്ചത്. നിങ്ങളുടെ വീട്ടിലെ ഓരോ ദിവസം അവൾ മരിച്ചാ ജീവിച്ചത്. ഇനി എന്റെ കൂടെ അവൾ ജീവിക്കും, എന്റെ കൂടെ എന്റെ വീട്ടില്. അവളെ ഇനിയും ദ്രോഹിക്കാൻ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരില്ല. ബിക്കോസ് നൗ ഷീ ഈസ് മൈ വൈഫ്. സോ ഞാൻ കൊണ്ടുപോകാം അവളെ എന്റെ പെണ്ണായിട്ട്, അല്ല എന്റെ ഭാര്യയായിട്ട്. അതും പറഞ്ഞ് അവൻ അവളുടെ അടുക്കൽ ചെന്ന് പതിയെ അവളെ തന്റെ കൈകളിൽ കോരിയെടുത്തു. പതിവിലും ഭാരം കൂടുതലുണ്ടായിരുന്നു അവൾക്ക്. എങ്കിലും തളരാതെ അവൻ അവളെ കൈകളിൽ കോരി അവിടെ കത്തിച്ചു വെച്ച വിളക്കിന് ചുറ്റും വലയം വെച്ചു. ശേഷം അവൾ ഒന്നുകൂടെ ചേർത്ത് ആ വീടിന്റെ പടിയിറങ്ങി. കൂടെ അവന്റെ കൂട്ടുകാരും. നിർത്ത്, ഇതുവരെ കഥയൊക്കെ ഓക്കെ ആയിരുന്നു. ബട്ട് കഥയിലൊരു ചെറിയ തിരുത്ത് വരുത്താറുണ്ട്. ഇതൊരു ലവ് സ്റ്റോറി ആക്കിയാൽ മതി, ഇങ്ങനെ വേണ്ട. വല്ലാതെ ഫീൽ ആവുക, അതും ക്ലൈമാക്സ്. അത് ശരിയാവില്ല. ഈ ക്ലൈമാക്സ് ഒന്ന് ചേഞ്ച് ചെയ്യാവോ? ആന്റണി ചോദിച്ചാൽ അവൻ ചിരിച്ചു. ചില കഥകൾ തിരുത്താൻ പറ്റില്ല സാർ, കാരണം അത് ദൈവം എഴുതുന്ന. അതുപോലെ ഈ കഥയും തിരുത്താൻ പറ്റില്ല സാർ, കാരണം ഇതും ദൈവത്തിന്റെ ഒരു രചനയാണ്. അതും പറഞ്ഞ് അവരൊരു നോവോടെ ചിരിച്ചു. അയാൾ അവന്റെ മുഖത്തേക്ക് നോക്കി. തന്റെ പേര് അയാൾ പതിയെ ചോദിച്ചു. ദേവാനന്ദ്, സഖാവ് ദേവാനന്ദ്. അവൻ പറയവേ അയാൾ ഞെട്ടി അവനെ നോക്കി. സാറ് ഞെട്ടണ്ട, ഇതെന്റെ കഥയാണ് സാർ. ഇതൊരു സിനിമയായി കാണാൻ ആഗ്രഹിച്ചത്. ഈ ഓർമ്മകൾ ചെയ്യാൻ വീണ്ടും വേദനിക്കാനല്ല സാർ, ഇനിയൊരു ദക്ഷിതാ ദേവാനന്ദ് ഇല്ലാതിരിക്കാനാ. അവൻ പറയവേ അയാൾ അവനെ നോക്കി. പിന്നീടെന്തുണ്ടായി? അയാൾ ചോദിച്ചു. അവനൊന്ന് പുഞ്ചിരിച്ചു. അവൾ ഇന്നും ഉറങ്ങുന്നുണ്ട് ഈ സഖാവിന്റെ വീട്ടുമുറ്റത്ത്. ഈ സഖാവിന്റെ മാത്രം താലിയൊണിഞ്ഞ എന്റെ പെണ്ണായി എന്റെ അമ്മയുടെ ചാരെ, കൂടെ അച്ഛനും. ഇനി ഞാനൊരു കാത്തിരിപ്പിലാണ് സാർ. അപ്പൊ തോന്നി ഇനി ഈ വിധി ആർക്കും വരാതിരിക്കാൻ ഇതൊരു സിനിമയാക്കണമെന്ന്. അതുകൊണ്ട് ഞാനും സാറിനെ കാണാമെന്ന്. സാറിന് ഇത് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അറിയിച്ചാൽ മതി, ഇതാ എന്റെ നമ്പര്. അതും പറഞ്ഞ് അവനൊരു കാർഡ് നൽകി അവിടെ നിന്നും പോയി. അവൻ പോയ വഴിയെ ഒരു നോവേറിയ പുഞ്ചിരിയോടെ അയാൾ നോക്കി നിന്നു. ആ കഥ പറയുമ്പോൾ അത് അനുഭവിക്കുന്ന ഭാവാവനിൽ നിറയുന്ന അയാൾ ശ്രദ്ധിച്ചിരുന്നു. സർ, കഥ എങ്ങനെ ഉണ്ടായിരുന്നു? വാവ്, ഇറ്റ്സ് അമേസിങ്, ബ്യൂട്ടിഫുൾ. ഇനി ആരെയും വിളിക്കണ്ട, ഇതൊരു സിനിമയാക്കാൻ തീരുമാനിച്ചു. ഒരു പക്ഷെ ക്ലൈമാക്സ് അങ്ങോട്ട് കുഴപ്പമില്ല. അതും പറഞ്ഞ അയാളൊന്ന് പുഞ്ചിരിച്ചു. അവിടെ നിന്നും ദേവ് നേരെ പോയത് കോളേജിലേക്കായിരുന്നു. ഇപ്പോൾ അവൻ അവിടെ അധ്യാപകനാണ്. അവളുടെ ഓർമ്മകൾ ഓർക്കുന്ന ആ സ്കൂളിലെ വാഗമര ചുവട്ടിൽ അവനിരുന്നു. നമ്മളെപ്പോലെ ഈ വാക്കും വയസ്സായിടോ. ഫോണിലെ വാൾപേപ്പറിൽ ചിരിച്ചിരിക്കുന്ന അവൾ നോക്കി അവൻ പറഞ്ഞു. പിന്നീട് പതിയെ വീട്ടിലേക്ക് പോയി. അവളുടെ ചാരയ്ക്ക് അവൻ പതിയെ ചെന്ന് നിന്നു. പെണ്ണ്, നീ പോയിട്ട് ഇന്നേക്ക് 20 വർഷം പിന്നിട്ടിരിക്കുന്നു. ഇന്നും എന്നിലെ വാടാത്ത വേരായി നീ വളർന്നിരിക്കുന്നു. പതിയെ അവിടെ ഒരു ഇളം കാറ്റ് വീശിയതും അവനൊന്ന് പുഞ്ചിരിച്ചു. ഒരു നോവുള്ള പുഞ്ചിരി. പ്രിയ സഖി, എന്തേ നീ നിന്റെ സഖാവിനെ തനിച്ചാക്കി പറന്നകന്നു? ഒരു നോവുള്ള പുഞ്ചിരിയോടെ തന്നെ തലോടി വീശിയടിക്കുന്ന കാറ്റിനെ നോക്കി പതിയെ ചോദിച്ചുകൊണ്ടവൻ പതിയെ മിഴികളടച്ചു. ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. താങ്ക് യു.